മഞ്ചലിലാണ് അന്ന് തങ്ങൾ സഞ്ചരിച്ചത്. പോകുന്ന വഴിയിൽ തങ്ങൾക്ക് ദാഹിക്കുന്ന സമയത്ത് കളഞ്ഞത് മറച്ചു കുടിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ അത്രമാത്രം ഉയരമുള്ള ഒരുപാട് തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു അറക്കൽ രാജാവ് എന്ന് തങ്ങളുടെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. നിങ്ങളാലോചിച്ച് അത്രമാത്രം ജനസ്വാധീനമുള്ള ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ സ്വാധീനനായ ബാലവി തറവാട്ടിലെ അഖിലബേദത്തിന്റെ രാജകുമാരനാണ്. പണ്ഡിത ശ്രേഷ്ഠനാണ്. ജനമനസ്സുകളിൽ സ്വാധീനമുള്ള വലിയ നേതാവാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ പുതിയൊരു വാദം കേട്ടപ്പോൾ നമ്മുടെ രണ്ടാം മഹ്ദൂമാണ് ഫത്വ മൊഴിയിലേറ്റത്. അദ്ദേഹം മക്കത്ത് പോയി മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഇബ്നു ഹജർ എന്ന് പറയുന്ന ലോകവ്യക്തിയായ മക്കത്തെ മുഫ്തിയുടെ മുമ്പിൽ പോയി കിതാബ് ഓതി പഠിക്കുകയും അങ്ങനെ ആ വിജ്ഞാനം കൊണ്ടുവന്ന് കേരളത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത വിജ്ഞാനത്തിന്റെ പ്രകാശ ഗോപുരമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മക്കയിലും മദീനയിലും പോയാൽ അവിടെയുള്ള മസ്ജിദുൽ ഹറാമിലെയും മസ്ജിദുൽ നബവിയുടെയും തിരുമുറ്റത്തുള്ള ബുക്ക്ഷോപ്പുകളിൽ പോയാൽ ഫത്വൽ മൊഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ അറബികൾ തിരിച്ചു ചോദിക്കും മലബാരി എഴുതിയതല്ലേ എന്ന്. അത്രമാത്രം ലോകപ്രചരമുള്ള പ്രചാരമുള്ള പ്രശസ്തിയുള്ള ഒരു ഗ്രന്ഥമായി ഈ ഗ്രന്ഥം ഉയർന്നു വന്നെങ്കിൽ അതിന്റെ രചയിതാവ് നമ്മുടെ മലയാളി, അറബിയുള്ള മലയാളിയാണ് മഹാനായ മഖ്ദൂമി തങ്ങന്മാരുടെ വൈജ്ഞാനിക ലോകത്തെ അവരുടെ മുന്നേറ്റവും അവരുടെ കഴിവും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള മഖ്ദൂമിമാരെയാണ് കേരളത്തിൽ അതിനു മുമ്പ് യമനിൽ നിന്ന് വന്ന സാധാരണ ആലിമീങ്ങൾ, അതിനു മുമ്പ് മഹാരഥന്മാരായ താബിഈങ്ങൾ, സഹാബികൾ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നു എന്നതാണ്. ആരാണ് മഹാരഥന്മാരായ സഹാബത്ത്? മഹാനായ തങ്ങളവர்கள் പരിശുദ്ധ ഏൽപ്പിച്ചത് സഹാബത്തിനെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. മഹാനായ തങ്ങളവர்கள் ഏൽപ്പിച്ചത് ഒരു ഗ്രന്ഥമായി എഴുതിയിട്ടല്ല. സഹാബത്തെ ഇതാ എന്റെ ദീനെന്ന് പറഞ്ഞ് ഒരു 10 വാള്യം അല്ലെങ്കിൽ ഒരു 25 വാള്യം അല്ലെങ്കിൽ ഒരു 50 വാള്യം ഗ്രന്ഥങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടില്ല. എന്റെ സംസാരത്തിൽ ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ച്, ഇസ്ലാമിക വിജ്ഞാനത്തെ സംബന്ധിച്ച് ബാലവാദം മാത്രം നടന്നു പരിചയമുള്ള സാധാരണക്കാരായ ആപാലവൃത്തം ജനങ്ങൾ ഈ പട്ടണത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സംസാരത്തിൽ നടന്നുകൊണ്ട് ഞാൻ പറയട്ടെ, പരിശുദ്ധ ഇസ്ലാം അത് അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ്. ചില സ്കൂൾ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് മുഹമ്മദ് നബിയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസ്താവെന്ന്. അല്ല, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അല്ലാഹു തആല ഓരോ ജനങ്ങൾക്കും ഈ പരിശുദ്ധ ഇസ്ലാം നേരിട്ട് കൊടുക്കുന്നതിന് പകരം അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കാ കൊടുത്തത്. തങ്ങൾക്ക് കൊടുത്തപ്പോൾ തങ്ങൾ അതിൽ 100% സത്യസന്ധനായിരിക്കണം. അള്ളാഹു ഏൽപ്പിച്ച ദീനിൽ അള്ളാഹുവിന്റെ റസൂലിൽ വല്ല മറിമായവും നടത്തുമെങ്കിൽ, വല്ല കളവും പറയുമെങ്കിൽ, വല്ല ചതിവും നടത്തുമെങ്കിൽ, വല്ല തട്ടിപ്പ് നടത്തുമെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി ഒരു ആരോപണം ചില ആളുകൾ പറഞ്ഞപ്പോൾ മഹാനൽ കൊടുത്ത മറുപടി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളവர்கள், നിങ്ങൾ അവിടുന്ന് സംസാരിക്കരുത്, ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളവர்கள் കുറഞ്ഞ കാലം കൊണ്ട്, ഒരു 3-4 കൊല്ലം കൊണ്ട് 20, 22, 3 കൊല്ലം ജീവിച്ച സഹാബത്തിനേക്കാളും ഹദീസ് ധരിക്കുകയാണ്. ആളുകൾക്കൊരു സംശയം, എന്താ മൂപ്പർ ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര ഹദീസ് പഠിച്ചത്? മൂപ്പർ പലതും കളവ് നിർമ്മിച്ചു എന്ന സംശയം വന്നു. ചുരുക്കി പറയട്ടെ, മഹാനായ അബൂ ഹുറൈറ പലപ്പോഴും അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. പലപ്പോഴും അവരോട് പറയുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി ഞാൻ ആലപ്പുഴയിലുള്ള എന്റെ സംസാരം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ്. അബൂ ഹുറൈറ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഞാൻ നിങ്ങളോട് ഹദീസ് പറയുന്നു. എന്തിനാ ഹദീസ് പറഞ്ഞു കഴിഞ്ഞത്? നിങ്ങൾ നന്നാകാൻ, നിങ്ങൾ ഹിദായത്തിലാകാൻ. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ പിഴക്കുകയും നിങ്ങൾ നന്നാവുകയും ചെയ്യും. ഞാൻ എന്നെ പിഴപ്പിച്ചിട്ട് നിങ്ങളെ കളവാക്കുകയോ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവുകയോ? ഞാൻ ആദ്യം എന്നെ രക്ഷപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ എനിക്ക് റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയാൻ സാധ്യമല്ല എന്ന് അബൂ ഹുറൈറ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ദീനിൽ കളവ് പറയാനാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തി ജീവിതത്തിൽ, സ്വാഭാവിക ജീവിതത്തിൽ കളവ് പറയണം.
ഒരിക്കലും സ്വാഭാവിക ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടല്ലേ അൽ അമീൻ എന്ന പേര് പ്രവാചകർക്ക് ലഭിച്ചത്. സത്യസന്ധനെന്ന് ചെറുപ്രായത്തിലെ ഖുറൈശികൾ പോലും അറബികൾ പോലും ഒരുപോലെ പരിചയപ്പെടുത്തിയ ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീനിൽ കളവ് പറയുകയോ ഒരിക്കലുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் 23 കൊല്ലം കൊണ്ട് നടത്തിയ പ്രബോധനം, അവിടുന്ന് സഹാബത്തിന് കൊടുത്ത 6000-ലേറെ വരുന്ന ആയത്തുകൾ, അവിടുന്ന് വിശദീകരണം കൊടുത്ത 10 ലക്ഷത്തിലേറെ വരുന്ന ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ, ഈ ഹദീസുകൾ ഒരു 25 വാള്യം ഗ്രന്ഥങ്ങളാക്കി സഹാബത്തിനെ ഏൽപ്പിച്ചിട്ടില്ല. എന്തിനേറെ പറയട്ടെ, നമ്മുടെ പള്ളികളിലുള്ള മുസഹഫുകളുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, ആ ഖുർആന് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഗ്രന്ഥമാക്കി സഹാബത്തിനെ ഏൽപ്പിച്ചിട്ടില്ല. ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥമാക്കി സഹാബത്തെ ഏൽപ്പിക്കുന്നതിന് പകരം സഹാബത്തിന്റെ മനസ്സിലാണ് സൂക്ഷിച്ചത്. സഹാബത്ത് ഖുർആൻ എഴുതി വെച്ചു പലകകളിലും രേഖകളിലും കല്ലുകളിലും തോലുകളുമായി. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. വഫാത്താകുമ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങൾ 2 കാര്യം വിട്ടേച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ 2 കാര്യം വിട്ടേച്ചു പോവുകയാണ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. സഹാബത്തിനെ ഇട്ടേച്ചു പോയെന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ മനസ്സിൽ പഠിപ്പിച്ചു. മറ്റൊന്നെന്റെ സുന്നത്താണ്. സഹാബത്തിനത് പഠിപ്പിച്ചു, സഹാബത്തോട് ഗുരുസമാക്കി കണ്ടുകൊണ്ടിട്ട് പറഞ്ഞു പഠിച്ചു. ഈ സഹാബത്ത് ആ സഹാബത്തങ്ങാറ്റം ദീനിൽ കളവ് പറയുമെന്ന്, ചതിവ് നടത്തുമെന്ന്, വഞ്ചന നടത്തുമെന്ന്, ദീനിൽ ഇല്ലാത്തത് പറയാൻ ധൈര്യം കാണിക്കുമെന്ന് വിശ്വസിച്ചാൽ പഠിത്തം പോലാനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദീനിൽ വിശ്വസിക്കുക? നമ്മൾ ഈ ഉൾക്കൊള്ളുന്ന ദീനിൽ നമ്മൾ പറയുന്ന സുന്നത്തുകൾ, നമ്മൾ അനുവർത്തിക്കുന്ന വളരെ പ്രാധാന്യത്തോടെ കാണുന്ന സുന്നത്തുകൾ, സഹാബത്ത് അവതരിപ്പിച്ച ഈ പാഠങ്ങളിൽ സഹാബത്ത് കളവ് പറയുമെന്ന് നമ്മൾ ഇത്തിരി അവരെ പറ്റി സംശയിച്ചു പോയാൽ പിന്നെ നമ്മുടെ ദീനിന് എന്തുറപ്പാവുന്നത്? അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസ്തരായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ ദീൻ ഏൽപ്പിച്ചത്. വസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സഹാബികൾ മുഴുവൻ നീതിമാന്മാരാണ്. ഇത് പറയുമ്പോൾ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ നാട്ടിലുള്ള വഹാബി സുഹൃത്തുക്കൾ, ഞാനവരെ രൂക്ഷമായി വിമർശിക്കുന്നതിന് പകരം സൗഹൃദ ഭാഷയിൽ മാത്രമാണ് അവരോട് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവും. ഞങ്ങൾ SKSSF-ന്റെ സമസ്തയുടെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പതിയുടെയും അതുപോലെ സംസലമയുടെയും അങ്ങേയറ്റത്തെ അനന്തരക്കാരായ എല്ലാം തന്നെ പണ്ഡിതരല്ല ഞങ്ങൾ. ഉസ്താദ് ബഹുമാനം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞങ്ങൾ സമസ്തയുടെ, ഞങ്ങൾ ഉസ്താദുമാരാണ് സമസ്തയെ നയിക്കുന്നവർ. അവരെ ശിഷ്യന്മാരായ 3-ാം കിടക്കാരായ ചെറുപ്പക്കാരാണ് ഞങ്ങൾ. SKSF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് ഉപവിങ്ങുകളുണ്ട്. ആ ഉപവിങ്ങുകൾ ട്രെൻഡ്, വിക്കായ തുടങ്ങുന്ന ഒരുപാട് ഉപവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ചെറിയൊരു ഉപവിഭാഗമാണ് ആദർശ വിഭാഗം എന്ന ഇസ്തിഖാമ. അതിന്റെ പ്രവർത്തകരാണ് വിനീതരായ ഞാനും ഇവിടെ കടന്നു വരാൻ പോകുന്ന MT അബൂബക്കർ ദാരിമിയൊക്കെ. SKSF-ന്റെ സംസ്ഥാന നേതാവ് ബഹുമാനപ്പെട്ട നവാസ് പാനൂർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിഷയം പറയുന്നില്ല, ഞാൻ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ SKSF-ന്റെ സമസ്തയുടെ ലൈൻ, ഈ വിഷയത്തിലുള്ള ലൈൻ നിങ്ങൾ ആക്ഷേപിച്ച് വളരെ മോശമായി നിങ്ങളോട് പ്രതികരിക്കുന്നതിന് പകരം ഞങ്ങളുടെ ശൈലി, ഞങ്ങളുടെ മുഖാമുഖത്തിന്റെ ശൈലിയൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം ഞങ്ങൾ പറയും. ഒരാളെ തക്ബീറിലേക്ക് തോൽപ്പിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യം മാന്യമായി കേൾക്കുകയും മാന്യമായി മറുപടി പറയുകയും ഞങ്ങളുടെ മറുപടി നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അംഗീകരിക്കാതിരിക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കുകയും ഒരാളെ സംശയം തീർത്തുകൊണ്ട് മറ്റൊരാൾക്ക് സംശയം ചോദിക്കാൻ അവസരം, അയാളുടെ സംശയം തീരുന്നതുവരെ സമയം കൊടുക്കുകയും അങ്ങനെ ചില സ്വഭാവങ്ങൾ ഞങ്ങളുടെ മുഖാമുഖത്തിനുണ്ട്. ശേഷം ഞാനത് വഴിയെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സഹാബത്തിനെ പറ്റിയാണ്. സഹാബത്തിനെ പറ്റി നമ്മളെ വഹാബികൾ എന്താ പഠിപ്പിച്ചെന്നറിയോ? സഹാബികൾ പറഞ്ഞത് ദീനിൽ തെളിവല്ല. സഹാബികൾ കേരളത്തിലുള്ള മുസ്ലിംമാരെ പോലെയാണ്. ഈ 2 ആശയം ജുമാഅത്തുൽ മർഹബകൾ എന്ന പുസ്തകത്തിൽ മുജാഹിദിന്റെ ആദ്യകാലത്തെ പുസ്തകങ്ങളായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 82-ാമത്തെ പേജിൽ പറഞ്ഞു, സഹാബികൾ ദീനിൽ തെളിവില്ല, കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരിൽ ദീനിൽ തെളിവില്ലാത്തതുപോലെ സഹാബത്തിന്റെ പൊതുവായ പ്രവർത്തനം ദീനിൽ തെളിവല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പറയാൻ ഇവർക്കല്ലാതെ കഴിയുമോ? സഹാബത്തിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ദീന് ഇവിടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമാണോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ
ഈ വഹാബി പ്രസ്ഥാനം വന്നപ്പോൾ മഹാരഥന്മാരായ സഹാബത്ത് കൊണ്ടുവന്നതാണ് ദീനെന്ന്, സഹാബത്ത് പഠിപ്പിച്ചതാണ് ദീനെന്ന് പഠിപ്പിച്ച ഖുർആൻ പറയുന്നുണ്ട്. ആമിനോ കമാ ആമിനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതിന് വിരുദ്ധമായ ഒരു ദീനുമായി നമ്മുടെ കേരളത്തിലേക്ക് 1922 കാലയളവിൽ കുറച്ചാളുകൾ കടന്നു വന്നപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളവர்கள் ആ കാലത്ത് ആലിമീങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഗ്രേസരരായ പള്ളികളിൽ ദർസ് നടത്തിയിട്ട് അല്ലാഹുവിന്റെ ദീൻ ഹൃദിസ്ഥമാക്കുന്ന, ജനങ്ങൾക്ക് വെളിച്ചം പകരുന്ന, വിവാദങ്ങളും സംവാദങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളുമായി നടക്കുന്നതിന് പകരം പരിശുദ്ധ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും വിവാദത്തുമായി കഴിഞ്ഞുകൂടുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളായ, സാത്വികരായ, മുത്തഖികളായ, ദുആക്കുത്തരം ലഭിക്കുന്നവരായ മഹാരഥന്മാർ, അവരിൽ നിന്ന് 40 ആലിമീങ്ങളെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. കോഴിക്കോട് പഴയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ പള്ളിയിലിരുന്ന് ദർസ് നടത്തിയാൽ മാത്രം പോലെ നമ്മൾ സംഘടിതമായി പ്രവർത്തിക്കണം, ഇവിടെ സംഘടിതമായി നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘടന ഉണ്ടാക്കിയത്. ഇത് ഔലിയാക്കളുടെ സംഘടനയാണ്, ഇത് ആലിമീങ്ങളുടെ സംഘടനയാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് അതിന്റെ സ്ഥാപകൻ. 39 ആലിമീങ്ങളിൽ ഒരാളാണ് ചെറുപ്പക്കാരനായ കണ്ണിയത്ത് ഉസ്താദ്, ഏറ്റവും ചെറുപ്പക്കാരനായ കണ്ണിയത്ത് ഉസ്താദ്. അതിൽ പാങ്ങുകാരൻ അഹമ്മദ് കുട്ടി മുസ്ലിയാറുണ്ട്, അതിൽ മൗലാന സദഖത്തുള്ള മുസ്ലിയാറുണ്ട്, അതിൽ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദുണ്ട്. അവരൊക്കെ ഔലിയാക്കളാണ്, അവരൊക്കെ ആരിഫീകളാണ്. അതുകൊണ്ട് തന്നെ സംസാരം ശ്രമിക്കുന്ന ആബാലവൃദ്ധ ജനങ്ങളോട് പറയാണ്, സമസ്ത ഇവിടെ ഒരു ഭിന്നിപ്പിന്റെ സംഘടനയോ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയോ അല്ല. ഇത് ഔലിയാക്കൾ ഉണ്ടാക്കിയ ദീനീ പ്രബോധനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, രൂപീകരിക്കപ്പെട്ടതാണ്. നിങ്ങളെല്ലാ ആളുകളും ഇതിനെ ഉൾക്കൊള്ളുകയും ഇതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി സേവനം ചെയ്യുകയും ഇതിനെ സഹായിക്കുകയും ഇതിന്റെ പ്രവർത്തകരെ പിൻപറ്റുകയും ചെയ്യണമെന്ന് ആമുഖമായി ആവശ്യപ്പെടുകയാണ്. ഇവിടെ എന്താണ് ഉസ്താദമാർ ഈ സംഘടന ഉണ്ടാക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പുത്തനാശയങ്ങൾ കടന്നു വന്നു. പുത്തനാശയങ്ങളിൽ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, സഹാബത്തിന് തള്ളിയിട്ട് വന്നൊരു പുസ്തകം. മാത്രമല്ല ഇവരിവിടെ സഹാബത്ത് അനുവർത്തിച്ചു വന്ന മൈക്കിന്റെ ആളാരാ? മൈക്കിന്റെ ആൾ ഇവിടെണ്ട, ഒന്ന് കുറച്ച് ബാസ് കൂട്ടാൻ പറയണം. ഇവിടെ സഹാബത്ത് അനുവർത്തിച്ചു വന്ന ഒരു ശൈലിയുണ്ട് ദീനിൽ. ആ ശൈലിയാണ് യഥാർത്ഥ ദീൻ എന്നാണ് സഹാബത്ത് അനുവർത്തിച്ചു വന്ന ദീന്. ഞാൻ 1-2 എക്സാമ്പിളുകൾ ഈ സദസ്സിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവர்களോട് സഹാബത്ത് കാണിച്ച ബഹുമാനങ്ങളും ആദരവുകളും, തങ്ങൾ അവர்களോട് സഹാബത്ത് എങ്ങനെ സമീപിച്ചു, തങ്ങളും സഹാബത്തും എങ്ങനെ ദീനെ കൊണ്ടുപോയി, ആ രൂപങ്ങൾ വളരെ ചെറുതായി ഹദീസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരസ്പരം ബഹുമാനത്തിന്റെ ഭാഷകളാണ്. എത്ര ബഹുമാനിച്ചു, എത്ര ആദരിച്ചു എന്ന് നമുക്ക് ചില ഹദീസുകൾ പരിശോധിക്കാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലട്ടെ, മദീനയിലെ പുറത്തെ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ സഹാബത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മദീനയിൽ പള്ളിയിൽ ചിലപ്പോൾ സഹാബത്ത് ഇഖാമത്തിന് കാത്തിരുന്ന് ജമാഅത്തിന് കാത്തിരുന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് സഹാബത്ത് എല്ലാ ആളുകളും നബിയെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കും. കണ്ടാ, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. മാത്രമല്ല സഹാബികൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് സഹാബത്ത് പൂർണ്ണമായും കണ്ണു തുറന്നു നോക്കുന്നില്ല. കണ്ണ് രണ്ടും തുറന്ന് പൂർണ്ണമായി നബിയുടെ മുഖത്തേക്ക് നോക്കാൻ സഹാബത്തിന് പേടിയാണ്. എന്താണ് നബിയുടെ മുമ്പിൽ മുഴുവനും കണ്ണു തുറക്കാത്തത്? ഇതിലാലല്ലോ നബിയോടുള്ള ബഹുമാനമാണ് അള്ളാഹുവിന്റെ റസൂലിനോട്. ഇത് മനുഷ്യനെ ദൈവമായി പ്രതിഷ്ഠിക്കലല്ല, ഇത് മനുഷ്യനെ ആരാധിക്കലല്ല, ഇത് മനുഷ്യനെ ആദരിക്കേണ്ട മനുഷ്യനെ ആദരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ചില സഹാബികൾ അള്ളാഹുവിന്റെ റസൂല്, ഞാൻ ചില സംഭവങ്ങൾ പറയുന്നതിന് മുമ്പ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിനെ അവലംബിച്ചുകൊണ്ട് ഇമാം നബവി ഒരു ശറഹ് മാത്രം ഇവിടെ വായിച്ചാൽ ആ വിഷയത്തിന്റെ എല്ലാം ഇവിടെ വരും. എത്രയോ കോട്ടക്കണക്കിന് ആ ഭാഗം രംഗത്ത് ഹദീസ് ഉദ്ധരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സഹ്ല റളിയല്ലാഹു അൻഹു പറയാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ദാഹിച്ചു.
ഞാൻ വേഗം വെള്ളമെടുത്തു കൊടുത്തു. ബനൂ സായിദ ഗോത്രത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത്. ആ സമയം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് കുറച്ച് വെള്ളം കൊടുത്തു. കാരണം സഹിലെ കുറച്ച് വെള്ളം തരുമെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് കുടിച്ചു. ആ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കൂടെയിരുന്ന സഹാബത്തിന് വിതരണം ചെയ്തു. സഹാബത്തൊക്കെ കൂട്ടമായി കുടിച്ചു. എന്തിനാ അങ്ങനെ കുടിച്ചത്? ബാക്കി എന്തിനാ വിതരണം ചെയ്തത്? ഞാൻ ഇന്നലെ രാത്രി പട്ടിക്കാട് ജാമിഅനൂരിയിൽ മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സിലിരുന്നപ്പോ തങ്ങൾക്കൊരാൾ, ഹൈദർ അലി തങ്ങൾക്കൊരാൾ ഒരു കോപ്പ പായസം കൊണ്ടുകൊടുത്തു. തങ്ങൾ ഒരു മുറുക്ക് കുടിച്ചിട്ട് പിന്നെ കുടിച്ചില്ല. തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിന് കൊടുത്തു. ഉസ്താദ് ഒരു മുറുക്ക് കുടിച്ചു. അപ്പോഴത്തേക്ക് വേറൊരാൾ കൈ നീട്ടി, അയാൾക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് വേറൊരാൾ കൈ നീട്ടി, അയാൾക്ക് കൊടുത്തു. അപ്പൊ ഞാനും കൈ നീട്ടി, എനിക്കും കിട്ടി. അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് വേറൊരാൾ കൈ നീട്ടി. എത്ര ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കോപ്പ പായസം. ഞങ്ങൾക്കൊക്കെ വേറെ അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് മഹാനായ സയ്യിദുനാ സഹീർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ കുടിച്ചു. സഹാബത്ത് മുഴുവനുമായി അവർക്ക് വിതരണം ചെയ്ത ആളുകൾ പോയപ്പോൾ ഞാൻ ആ പാത്രം എടുത്തു വെച്ചു. നബിയുടെ ചുണ്ട് ചേർന്ന ആ പാത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഞാനത് പറക്കത്തോടെ ആദരവോടെ സൂക്ഷിച്ചു വെച്ചു. ഞാനത് സൂക്ഷിച്ചു വെച്ചപ്പോൾ എത്രയോ കാലം എന്റെ കയ്യിലുണ്ടായി. നബിയുടെ വഫാത്തിന്റെ ശേഷം എന്റെ കയ്യിലുണ്ടായി. 4 ഖലീഫമാരുടെ ശേഷം എന്റെ കയ്യിലുണ്ടായി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രണ്ടാമതെന്ന പേരിൽ അറിയപ്പെട്ട 5ാം ഖലീഫ എന്ന പേരിൽ പ്രസിദ്ധനായ ലോകകണ്ട പണ്ഡിതനായ 1ാം നൂറ്റാണ്ടിന്റെ നിർമ്മിതനായ ദീനുൽ ഇസ്ലാമിന്റെ അതിശക്തനായ നേതാവ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് എന്റെ കയ്യിൽ ഈ കോപ്പയുണ്ടെന്ന വിവരം മൂപ്പർക്ക് ലഭിച്ചു. എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആ കോപ്പ എനിക്ക് തരുമോ? സഹീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ സഹീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് ബഹുമാനപ്പെട്ട ഭരണാധികാരിക്ക് ഔദാര്യമായി ഞാനതിന് കൊടുത്തു. ഞാൻ ആ വലിയ മനുഷ്യനെ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ ആ കോപ്പയെ കൊടുത്തു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ കോപ്പ സൂക്ഷിക്കുകയാണ്. എന്തിനാണ് ഈ കോപ്പ സഹാബത്ത് കൈമാറിയ കോപ്പ? ബഹുമാനപ്പെട്ട നബിതങ്ങൾ അവിടുത്തെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച ആ പാത്രം, വെള്ളപ്പാത്രം എന്തിനാണ് ബഹുമാനപ്പെട്ട സഹാബികൾ ഇത്ര ബഹുമാനത്തോടെ സൂക്ഷിച്ചത്? താബീങ്ങൾ എന്തിനാ സൂക്ഷിച്ചത്? അത് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കലാണ്. റസൂലുള്ളാഹിന്റെ ബർക്കത്തുകൊണ്ട് ബർക്കത്തെടുക്കലാണ്. ആ തബറക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാതാവായ ലോകം കണ്ട പണ്ഡിതനായ മുഹീസുന്ന ഇമാം നാവി റളിയല്ലാഹു അൻഹു പറയുന്നവർക്ക് ഇമാം നാവി പറയുകയാണ്, വ്യാപാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റസൂലുള്ളാഹിന്റെ അസറുകളെ കൊണ്ട് ബർക്കത്തെടുക്കലാണ്. മാത്രമല്ല വമാ മസ്സഹു നബി തൊട്ടതുകൊണ്ടും ബർക്കത്തെടുക്കലുണ്ട്. റസൂലുള്ള ഒരു കാര്യം തൊട്ടാൽ ആ തൊട്ട സാധന സഹാബത്ത് ബർക്കത്തെടുക്കുന്നു. അത് നബിനെ ആരാധിക്കലല്ല, നബിനെ ബഹുമാനിക്കലാണ്. ആ നബി റസൂലുള്ള ധരിച്ചതിനെ സഹാബത്ത് ആദരിക്കും. റസൂലുള്ള ധരിച്ച ഒരു വസ്ത്രം അത് സഹാബത്ത് അതുകൊണ്ട് ബർക്കത്തെടുക്കാറുണ്ട്. എത്രത്തോളം അവർക്ക് ബർക്കത്തെടുക്കാൻ സാധിച്ചോ അത്രത്തോളം ബർക്കത്തെടുക്കലുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം നബി പറയാണ്, വഹാദാ നഹബു മാ അജ്മഉ അലൈഹി വതബഖ السلف والخلف عليه من التبرك بالصلاه في مصلى റസൂലില്ലാഹ്. ഇതേതുപോലെയാണെന്നറിയോ? റസൂലുള്ള നിസ്കരിച്ച അതേ സ്ഥലത്ത് വന്ന് സഹാബത്ത് നിസ്കരിക്കും. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച അതേ പോയിന്റിൽ വന്ന് സഹാബത്ത് നിസ്കരിക്കും. റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് പോയാൽ അല്ലാഹുവേ ഞങ്ങൾ അവിടെ എത്തിച്ചു തരണേ തമ്പുരാനെ. പരിശുദ്ധ മദീന ശരീഫിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. ആ മദീന ശരീഫിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച സ്ഥലമുണ്ടല്ലോ, ആ നിസ്കരിച്ച സ്ഥലത്തെ സ്വഹാബത്ത് പോയി നിസ്കരിക്കുന്നു, താബീങ്ങൾ പോയി നിസ്കരിക്കുന്നു. ഇന്നും നമ്മൾ ആ സ്ഥലം തേടി പിടിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്തിനാണ് നിസ്കരിക്കുന്നത്? ഇസ്തിഖാമയുടെ സംസ്ഥാന ചെയർമാൻ ബഹുമാനപ്പെട്ട എന്റെ അഭിവന്ദ സുഹൃത്ത് പണ്ഡിത് സലട്ടെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്
ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் നിസ്കരിച്ച് അതേ സ്ഥലത്ത് പോയി ബർക്കത്തെടുക്കുകയാണ്. ആ സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നു. ഇന്നും നമ്മൾ ചെയ്യുന്നു. ഇത് സലഫും ഖലഫും ഇസ്ലാമിന്റെ ആദ്യകാലത്തും പിന്നീട് വന്ന് മുസ്ലിമീങ്ങൾ മുഴുവനും സഹാബത്തും താബിഈങ്ങളും പിന്നീട് വന്ന ആളുകളും ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ ബർക്കത്തിന് വേണ്ടി ഇജ്മാഅായ സംഗതിയാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാം. മാത്രമല്ല നിങ്ങൾ മക്കത്ത് പോയിട്ടുണ്ടോ? അല്ലാഹു അവിടെ എത്തിച്ചു തരുമാറാവട്ടെ. റസൂലുള്ള കയറിയ ഒരു മലയുണ്ട്. ആ മലന്റെ മേലെ ഒരു ഗുഹയുണ്ട്, സൗർ മല. അതുപോലെ തന്നെ ഹിറാ മലയിലെ ഒരു ഗുഹയുണ്ട്, ഹിറാ ഗുഹ. ഈ ഗുഹയൊക്കെ അവിടെ സുന്നത്തുണ്ടോ? അവിടെ സുന്നത്തൊന്നുമില്ല, ബിദഅത്താന്നൊക്കെ അവിടെ ചില ആളുകൾ എഴുതി വെക്കും. നമ്മുടെ കേരളത്തിൽ പോയ കുറച്ച് ആളുകളൊക്കെ. എന്നാൽ ഇമാം നബി പറയാണ്, റസൂലുള്ള കയറിയ ഗുഹയിൽ മുഅ്മിനീങ്ങൾ കയറും, റസൂലുള്ള കയറിയിരുന്നിട്ട് മുഅ്മിനീങ്ങൾ കയറിയിരിക്കും. റസൂലുള്ള കയറിയ ഗുഹയിൽ കയറി മുഅ്മിനീങ്ങൾ ഇരിക്കും. കാരണം റസൂലുള്ളാഹിന്റെ പുണ്യമേല് തട്ടിയ സ്ഥലം കൊണ്ട് ബർക്കത്തെടുക്കലാണ്. ഇത് സലഫും ഖലഫും മുസ്ലിമീങ്ങൾ ചെയ്തതാണ്. മാത്രമല്ല ഈ പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ് ഹബീബായ നബി നൽകിയത് റസൂലുള്ളാഹ് തന്റെ മോള് സൈനബ് ബീവി വഫാത്തായി. സൈനബ് ബീവിയെ കുളിപ്പിക്കാൻ വേണ്ടി സഹോദരിമാർ കുളിമുറിയിൽ കൊണ്ടുപോയി. റസൂൽ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് വിവരം അറിയിക്കണം. സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ കുളിപ്പിച്ചു കഴിഞ്ഞു. നബി തങ്ങൾ അവിടുന്ന് ധരിച്ചിരുന്ന, അവിടുന്ന് ഉടുമുണ്ടായി ശരീരത്തിൽ തട്ടിയിരുന്ന ഒരു തുണി ഊരിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എറിഞ്ഞു കൊടുത്തു. ഇതിൽ എന്റെ മോളെ കഫൻ ചെയ്യോ, എന്റെ മോള് ദൈവമിനെ കഫൻ ചെയ്യോ, എന്റെ മോള് ദൈവമിനെ ഇതിൽ കഫൻ ചെയ്യോ എന്ന് തന്റെ മോൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ തന്റെ മേനിയിൽ തട്ടി ഓഫറും കൊടുത്തത് ഇതിൽപ്പെട്ടതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് മുടി കളഞ്ഞു. അവിടുത്തെ ആയിരക്കണക്കിന് മുടിരോമങ്ങൾ അവിടുത്തെ തലയിൽ നിന്ന് ഹജ്ജത്തുൽ വദാഇൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞപ്പോൾ മുണ്ടനം ചെയ്തപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി എന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്. അബൂ തൽഹത്തേ, ഈ മുടി നിങ്ങൾ സഹാബത്തിൽ വിതരണം ചെയ്യോ, ഇത് മുസ്ലിമീങ്ങൾ ബർക്കത്തെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തതാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് ഉറങ്ങുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിച്ച വേറപ്പിന്റെ തുള്ളികൾ ഒരു സഹാബി വനിത തുടച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കുകയാണ്. ഞെട്ടിയണീച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മുസ്ലിമേ ഇതെന്തിനാണ്? നബിയെ, ഇത് ഞങ്ങളെ കുട്ടിയെ കൊടുക്കാനാ, ഇത് ഞങ്ങളെ കുട്ടികൾക്ക് രോഗം ചികിത്സ കൊടുക്കാനാണ്. നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന വെള്ളം, മുന്നോയിൽ നിന്ന് വീഴുന്ന വെള്ളം, ആ വെള്ളത്തിന് സഹാബത്ത് കൈനീട്ടുകയാണ്. കൈനീട്ടിയിട്ട് സഹാബത്ത് അവനെ ഒപ്പിയെടുക്കുകയാണ്. ആ കയ്യിൽ അവർ ശേഖരിച്ചുകൊണ്ട് അവരതുകൊണ്ട് അവരതുകൊണ്ട് ശരീരത്തിൽ തേച്ചുകൊണ്ടും മറ്റും മറക്കത്തെടുക്കുന്നു. മാത്രമല്ല റസൂലുള്ള കാർപ്പിച്ചു തുപ്പിയാൽ അതുപോലെ സഹാബത്ത് തുടച്ചെടുത്തുകൊണ്ട് അവരുടെ മുഖത്ത് തേക്കുകയാണ്. ഇതുപോലത്തത് പറഞ്ഞാൽ നേരം വെളുക്കുന്നവരെ പറഞ്ഞാലും തീരൂല. എത്ര ഉണ്ടെന്നോ? ഇതെല്ലാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. ഇത് മുഴുവനും ഞാനിവിടെ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഒഴിയാതെ മുഴുവനും ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരിയിൽ നിന്നും ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിം എന്നും ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. സംശയമുള്ള ആളുകളുടെ മുമ്പിൽ അത് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങ് മലപ്പുറത്തിന്റെ അങ്ങേയറ്റത്തും ആലപ്പുഴയിലേക്കും കടന്നു വന്നിട്ടുള്ളത്. ഇത് പരിശുദ്ധ ദീനാണ്. ഇവിടെ ഞാനൊരു വായന മാത്രം വായിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തൽക്കാലം പിന്മാറുകയാണ്. ചുരുക്കി പറയട്ടെ, എന്താണ് ആ വായന? പരിശുദ്ധ ഇസ്ലാം എന്നത് സ്വഹാബത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണം. ആമിനു കമാ ആമനന്നാസ് എന്നാണ് സ്വഹാബത്തിലൂടെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിനെ ഈ രീതിയിൽ ബഹുമാനിക്കുകയും ഈ രീതിയിൽ ബർക്കത്തെടുക്കുകയും ഈ രീതിയിൽ ആദരിക്കുകയും ചെയ്തത്. താബിഈങ്ങൾ സഹാബത്തിനെ ഇതുപോലെ ബഹുമാനിച്ചു. തബഉ താബിഈങ്ങൾ എങ്ങനെ ബഹുമാനിച്ചു? തബഉ താബിഈങ്ങളെ ശേഷം വന്നവരിങ്ങനെ ബഹുമാനിച്ചു. അങ്ങനെ വന്നിട്ട് ഇലാ അയ്യാമിനാ ഹാദാ, ഈ കാലം വരെ ആ ബർക്കത്തെടുക്കലും ആ ബഹുമാനങ്ങളും നിലനിൽക്കുകയാണ്.
കാലം വരെ ഞാൻ ഒരൊറ്റ സംഭവം അറിയട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇമാം ശാഫിഈ അബൂ ഹനീഫയുടെ ഖബറിനടുത്ത് പോകുന്നതിനെ പറ്റി പറയാണ്, ഇന്നീ ലഅതബറകു ബിഖബീ അബീ ഹനീഫ. ഇമാം അബൂ ഹനീഫ മറവത്ത് കിടക്കുന്ന ഖബറിനടുത്ത് പോയിട്ട് അതുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നതാണ് എന്ന് ഇമാം ശാഫിഈ പോലും പറഞ്ഞത് എല്ലാ ഇമാമിങ്ങളുടെയും ചരിത്രങ്ങളായി നമുക്ക് എല്ലാ ആളുകളുടെയും ജീവിതത്തിലേക്ക് കഴിയും. ഈ ബഹുമാനങ്ങളും ആദരവുകളും ഇതാണ് സഹാബത്തിന്റെ അവിടുന്ന് പകർത്തി വന്ന പരിശുദ്ധ ദീൻ. ഇന്നും അങ്ങനെയല്ലേ? മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്നാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഇത് ഹൈദർ അലി തങ്ങൾക്കുള്ള ഇബാദത്തല്ല, ആരാധനയല്ല. ഒരാൾ മനസ്സിലാക്കുകയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കൽ ആരാധനയാണ്. ഇതിന് ഖിയാം എന്ന ഫർളാണ്. നിസ്കാരം ശരിയാകണമെങ്കിൽ ഖിയാം നൃത്തമാണ്. ഈ നൃത്തം അതൊരു നൃത്തമാണ്. എന്നാൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മജ്ലിസിലേക്ക് കയറി വന്നാൽ, സൈനുദ്ദീനുള്ള ചെറുശ്ശേരി സ്ഥാപനത്തിലേക്ക് കടന്നു വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അത് ഹൈദർ അലി തങ്ങളെയോ ഉസ്താദിനെയോ ആരാധിക്കലല്ല, ഇത് ആദരിക്കലാണ്. ഇത് സഹാബത്ത് ചെയ്തതാണ്. ഇതുകൊണ്ട് സഹാബത്ത് കാഫിറായി എന്ന് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിച്ച് ചുംബനങ്ങൾ നൽകുന്നു. അവർ ഉപയോഗിച്ചത് വല്ലതും കിട്ടിയാൽ ബറക്കത്തോടെ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് അവരെ ആദരിക്കലാണ്, ആരാധിക്കലല്ല. ഇത് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് മദീനയിൽ ചെയ്തതാണ്. സഹാബത്തിനെ കൊണ്ട് താബീങ്ങൾ ചെയ്തതാണ്. താബീങ്ങളെ കൊണ്ട് തബൗ താബീങ്ങൾ ചെയ്തതാണ്. ഇതാണ് പരിശുദ്ധ ദീൻ എന്നത്. ഇത് ഇന്ന് വരെ നിലനിൽക്കുകയാണ്. ഇനിയും കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുത്ത് പോയി സഹാബത്തിന് അനുവർത്തിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മണ്ണ് വാരി തലയിൽ തേച്ചു. സഹാബത്ത് അവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് സഹായത്ത് ചോദിച്ചു. ഇത് സഹാബത്ത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ തബൗ താബീങ്ങളും അത് ചെയ്തു. ഇമാമിയങ്ങൾ അത് ചെയ്തു. ഇമാം ശാഫി അത് ചെയ്തു. എല്ലാ ഇമാമിയങ്ങളും അത് ചെയ്തു. ഇന്നും അത് നിലനിൽക്കുകയാണ്. മുമ്പുറം മഖാമിൽ നമ്മൾ പോകുന്നു, മുനമ്പത്ത് ബീവിയുടെ മഖാമിൽ നമ്മൾ പോകുന്നു, അതുപോലെ തന്നെ ഇമാം ശാഫിയുടെ മഖാമിൽ നമ്മൾ പോകുന്നു. ഇത് സഹാബത്ത് മുതൽ പഠിപ്പിച്ചു വന്നതാണ്. ഇതിനെപ്പറ്റി പറയാ ഇത് റസൂലുള്ളാഹിനെ ആരാധിക്കലാണ്, ഇത് സ്വഹാബത്തിനെ ആരാധിക്കലാണ്, ഇത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആരാധിക്കലാണ്, ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആരാധിക്കലാണ്, ഇത് ഖബർ ആരാധനയാണ് എന്നാ ചില ആളുകൾ പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. അവരോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പഴിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ആരാധനയാണ്, ആദരവാണ്. എന്താണ് ആരാധന, എന്താ ആദരവ്? ഇവിടെയാണ് നിങ്ങൾക്ക് പഴവ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരാധനയല്ല, ഇത് ആദരവാണ്. നേരെ മറിച്ച് എന്താണ് ആരാധന? എന്താണ് ആരാധന? ആരാധന എന്നത് ആരാധിക്കപ്പെടുന്ന വസ്തു. ആ വസ്തു നമ്മളുടെ മുഴുവനും ആരാധ്യൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ചെറിയ കുട്ടികളെ തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ. ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നാദിക്ക് ചെല്ലുന്നു. മനസ്സിന്റെ ഉള്ളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നു. സർവസ്ഥലത്തും ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നു. ഇത് ചൊല്ലിയിട്ട് നമ്മൾ കടന്നിറങ്ങുന്നു. ഇത് ചൊല്ലിയിട്ടാണ് നമ്മൾ മയ്യത്തിനെ മാറിയിട്ട് മയ്യത്തിന് വേണ്ടി ഹദീസ് ചെയ്യുന്നു. സർവസ്ഥലത്തും നിശ്ചയിത്രം പ്രഖ്യാപിക്കുന്നു. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. എന്തുകൊണ്ട്? ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. ആരാധനക്കർഹനാവുക എന്നത് സ്വയം കഴിവുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ആ അല്ലാഹു തആലാന്റെ അടിമയായ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളവർകൾ അല്ലാഹുവിന്റെ ഹബീബാണ്. തങ്ങളവർകൾ അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂൽ എന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത ആളാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ അല്ലാഹു ബഹുമാനിച്ച ആളുകളാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ അല്ലാഹു ബഹുമാനിച്ച ആളുകളാണ്. ആ ബഹുമാനം അവർക്ക് കൊടുക്കൽ അത് അല്ലാഹു കൂടി തരുന്ന പടച്ചോന് നൽകുന്ന ആരാധനയാണ്. നിങ്ങൾ കള്ളി മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ച് ഇത് ആരാധനയാണ്. ഔലിയാക്കളെയും നബിമാരെയും ആരാധിക്കലാന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം പൊളിഞ്ഞു പോകും. എന്തുകൊണ്ട്? പിന്നെ സഹാബത്തൊക്കെ റസൂലുള്ളാഹിനെ ആരാധിച്ചവരാണ്. അവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്ന് നിങ്ങൾ നോക്കൂ. വഹാബികൾ ഇവിടെ ഉയർത്തിപ്പിടിച്ച രണ്ടാമത്തെ ആശയം വളരെ പ്രധാനപ്പെട്ട ചില ക്ലിപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യം 9 മണിക്ക് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും.
10:30 മണി വരെയാണ് ഞങ്ങൾ മുഖാമുഖത്തിന്റെ ടൈം. 1.5 മണിക്കൂർ വിഷയാവതരണവും 1.5 മണിക്കൂർ ചോദ്യോത്തരവുമാണ്. അതുകൊണ്ട് എന്റെ മുജാഹിദുകൾ സുഹൃത്തുക്കൾ നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി കസാരയും മറ്റൊക്കെ കാത്തു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൽ അവർ കടത്തിക്കൂട്ടാൻ ശ്രമിച്ച രണ്ടാമത്തെ രാശി നിങ്ങൾ നോക്കൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളവരുടെ ശഫാഅത്ത് അല്ലേ, തങ്ങളവരുടെ ഈ ഉമ്മത്തിന് ശഫാഅത്ത്, അല്ലാഹു തആല അവിടുത്തെ ശഫാഅത്ത് നമുക്ക് പെരുമാറാവട്ടെ. ഫിൽ ഖിയാമത്തി മുസ്ഫീഖാ വഹനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ. അതിനിടയിലൊരു വിഷയം പറയാനുള്ളത്, ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഈ അടുത്ത് മംഗലാപുരത്ത് ഒരു വലിയ വാദപ്രതിവാദം നടത്തിയിരുന്നു. മുജാഹിദുകളുടെ കോട്ടകൊത്തളങ്ങൾ തകർത്തെടിച്ച ഒരുപാട് മുജാഹിദ് മൗലവിമാരെ അവരുടെ പാളയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പ്രേരകമായ ഒരു സംവാദം കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ ഉടനെ അതിന്റെ ഒരു വിലയിരുത്തൽ പ്രഭാഷണം ഞാനും എന്റെ സുഹൃത്ത് അബൂബക്കർ ദാരിമിയും കൂടി പെരിന്തൽമണ്ണയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ CD ഇവിടെ എവിടെയുള്ള ഇതിവിടെ വിതരണം ചെയ്യും. എല്ലാ ആളുകളും ആ കോപ്പി ഒന്ന് കൈക്കലാക്കണമെന്ന് അറിയിക്കുകയാണ്. അതൊരു ദർസ് വിദ്യാർത്ഥികൾ ഇറക്കിയതാണ്. അപ്പൊ അത് അതിന്റെ കാശ് കൊടുത്ത് എല്ലാ ആളുകളും ഓരോ കോപ്പി വാങ്ങുകയോ അത് കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ശഫാഅത്ത് ലോകപ്രസിദ്ധമാണല്ലോ. അത് നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് കഴിയോ? ബുഖാരിയിലും മുസ്ലിമിലും അത് നടന്നു നിൽക്കുന്നില്ലേ ഹദീസ് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്? എന്താണ് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന്റെ ക്ലൈമാക്സുകൾ? അത് മുഴുവനും ഇവിടെ പറഞ്ഞാൽ ദിവസങ്ങളോളം പറയേണ്ട വയലാണ്. വെറുതെ വാറോറയല്ല ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടുന്ന ഹദീസുകൾ മാത്രം പറഞ്ഞാൽ തന്നെ ദിവസങ്ങളോളം നിങ്ങൾക്ക് വയന്ന് കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം വരികയാണ്. ഈ മാസത്തിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന്റെ വയന്നുകൾ നിങ്ങൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽപ്പെട്ട ഒരു ശഫാഅത്ത് റസൂലുള്ള പറയാണ്, നരകത്തിൽ പ്രവേശിച്ച ഒരുപാട് ആളുകൾ, നരകവാസികളായ ഒരുപാട് ആളുകൾ, അവർ നരകവാസികളാണ്, അവർ നരകത്തിന്റെ അവകാശികളാണ്. ആ ആളുകളെപ്പോലും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളായ ആളുകൾ നരകത്തിൽ പോയാൽ ഞാൻ അവരെ നരകത്തെന്ന് മോചിപ്പിക്കും. ഞാൻ പറയുന്നതല്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ ഉയർത്തിപ്പിടിക്കുന്ന സഹീഹ് മുസ്ലിമാണ്. ഇമാം മുസ്ലിം, ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം ഉണ്ടല്ലോ, ആ മുസ്ലിമാണ് ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ഞാൻ ആ ഉമ്മത്തിന്റെ ദോഷികളായ നരകവാസികളായ ഒരു പറ്റം ആളുകളെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഞാൻ അവരെ നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഞാൻ പ്രവേശിപ്പിക്കുമെന്ന്, ഞാൻ അവരെ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്ന്, ഞാൻ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാണ്. റസൂലുള്ള എന്താ അല്ലയാ? റസൂലുള്ള നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കാനോ? അങ്ങനെ വിശ്വസിച്ചാൽ ഒരു ഇസ്ലാമെന്ന് പുറത്തുപോയി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല കുറച്ച് ആളുകൾ. റസൂലുള്ള പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. സഹാബത്തിൽ അതിന് സംശയമില്ല. സഹാബത്തിൽ ഇത് കേട്ടപ്പോൾ സഹാബത്തിൽ തോന്നി, എന്താ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറയണത്? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണോ? എന്തൊരു കോമാ പഠിച്ചവനെ! റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് കേട്ട സഹാബത്തിനോ താബീങ്ങൾക്കോ മുസ്ലിം ലോകത്തിനോ ഈ വിഷയത്തിൽ സംശയമില്ല. ഇത് പറയുമ്പോൾ ചില ആളുകളുടെ സംശയം, റസൂലുള്ളാഹി ഏതായാലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നൊക്കെ ഒക്കെ റെഡി, നമ്മൾ അംഗീകരിച്ചു. മൗലവി പറഞ്ഞത്, പുള്ളിക്കാരൻ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ അത് ചോദിക്കാൻ പറ്റുമോ? ചോദ്യം അല്ലാഹുവിനോടല്ലേ പറ്റുള്ളൂ. പുള്ളിക്കാരന്റെ രണ്ടാമത്തെ സംശയം. എന്നാൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദ് മുസ്ലിമിൽ എഴുതുകയാണ്, വഖദ് ഉലിഫ ബിന്നഖലിൽ മുസ്തഫീൻ. വളരെ പ്രസിദ്ധമായി പ്രചാരമുള്ള, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധം ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന രേഖകൾ സംസാരിക്കുന്നുണ്ട് എന്ന് സഹാബത്തും താബീങ്ങളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ മുഴുവനും شفاعة نبينا محمد صلى الله عليه وسلم ورغبته فيها. സഹാബത്ത്
സഹാബത്തും താബീങ്ങളും സലഫ് മുഴുവനും റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് ചോദിക്കലും ആ ശഫാഅത്തിൽ അവർ ആഗ്രഹിക്കുകയും ചെയ്തത് ലോകപ്രസിദ്ധമാണ്, പ്രമാണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് സഹാബത്ത് ചോദിച്ചത്. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, നബിയേ എനിക്ക് ശഫാഅത്ത് തരുമോ? ഫഖുൽ ശഫീഅൻ യൗമ ലഹു ശഫാഅതി ബിമുൻ ഫതീൻ സവാദ് ബിൻ ഖാരിബ്. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് അങ്ങനെ എത്ര സഹാബികൾ ചോദിച്ചത്, അത് കൊട്ടക്കണക്കിനുണ്ട്. അത് ലോകത്തെ അത് സുവിദിതമാണ്, അത് നിഷേധിക്കാൻ സാധ്യമല്ലാത്തതാണ്. നബിയെ അവർക്ക് ശഫാഅത്ത് തരണേ നബിയെ, അവർക്ക് വെള്ളം തരണേ നബിയെ, അവർക്ക് രക്ഷപ്പെടുത്തണേ നബിയെ, അവർക്ക് സ്വർഗം വേണം നബിയെ. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് എനിക്കും തരണം നബിയെ. സുബ്ഹാന ജല്ല ജലാലുഹു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർക്ക് ഒരു പ്രത്യേകമായ സമയത്ത് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹിന്റെ മനം കുളിർത്തു, നല്ലൊരു സന്തോഷം വന്നു. ആ സന്തോഷത്തിൽ പ്രത്യുപകാരമായിട്ട് റസൂലുള്ള പറഞ്ഞു, റബീഅത്തെ സൽ യാ റബീഅ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ഒരു സന്തോഷം ഉണ്ടാവുമ്പോണ്ടല്ലോ പറയലേ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. റബീഅത്ത് ഒരൽപ്പം ആലോചിച്ചിട്ടാ മറുപടി ചോദിച്ചത്, നബിയെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇനോവ പോരാ, ഒരു ബെൻസ് ആണോ റബീഅത്ത് ചോദിച്ചത്? എനിക്ക് നല്ലൊരു കൊട്ടാരം, എനിക്ക് എവിടെയെങ്കിലും ഒരു ഭരണം, എനിക്ക് മദീനയിൽ ഒരു പ്രൈവസി, ഒന്നും ചോദിക്കുന്നതിന് പകരം മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ എനിക്ക് സ്വർഗ്ഗം കിട്ടിയാൽ പോരാ. എന്റെ സ്വർഗ്ഗം തങ്ങളുടെ സാമീപ്യമാണ്, എന്റെ ദുനിയാവിലെ സ്വർഗ്ഗം തങ്ങളുടെ സാമീപ്യമാണ്. എനിക്ക് സ്വർഗ്ഗത്തിലെത്തിയാലും നിങ്ങളുടെ സാമീപ്യം തരണം നബിയേ. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് ചോദിച്ചു. ഇതിനെപ്പറ്റി ഇപ്പോ 22 ഇവിടെ കടന്നു വന്ന 1922 ശേഷം ഇവിടെ കടന്നു വന്ന വഹാബികൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഭാഷ തബ്ലീഗുകാരനുമുണ്ട്, ഈ ഭാഷ ജമാഅത്തുകാരനും ഉപയോഗിച്ചിട്ടുണ്ട്, ഈ ഭാഷ അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന മുഴുവൻ മുത്തൻവാദികളുടെയും ഒരേ ഒരു ഭാഷയാണ്. അവരേകോപിതരാണ് ഈ ഭാഷയിൽ. എന്താണ് അവർ പറയുന്നത്? റസൂലുള്ളാഹിനോട് ഒരാളൊരു കാര്യം ചോദിച്ചാൽ, അദൃശ്യമാർഗത്തിൽ ചോദിച്ചാൽ, അഭൗതിക മാർഗത്തിൽ ചോദിച്ചാൽ, കാര്യകാരണ ബന്ധത്തിന് അതീതമായി ചോദിച്ചാൽ, അങ്ങനെ ഒരുപാട് അലക്കിത്തേറ്റ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ ചോദിക്കുന്നത് അത് പ്രാർത്ഥനയാണ്. അത് ചോദിക്കലല്ല, അത് പ്രാർത്ഥിക്കലാണ്, അത് പ്രാർത്ഥനയാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവുണ്ടോ? ഖുർആൻ ആയത്തോതുവോ, നടുക്കളത്തുനിന്ന് ആയത്തോതുവോ എന്നൊക്കെ ചോദിക്കുക. ഗംഭീരം തന്നെ ചോദ്യം. ഇത് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചതാണ്. ഇത് പ്രാർത്ഥനയല്ല മൗലവി, ഇത് ചോദ്യം ചോദിച്ചതാണ്, സഹായം തേടിയതാണ്. ഇതിന് സുഹാൻ സലഫി എന്ന് മഹാനായ ഇമാം നബി ഇബാറത്തല്ലോ, സലഫ് ചോദിക്കലാണ്. ഇതിനെപ്പറ്റി പറയും, ഇത് പ്രാർത്ഥനയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തി, റസൂലുള്ളാഹിനോട് പ്രാർത്ഥന നടത്തി, മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥന നടത്തി. മൊയ്തീൻ ശൈഖിനോട് ചോദിക്കുന്നു, മൊയ്തീൻ ശൈഖിനോട് ശഫായത്ത് 5ഓളം ശഫായത്തുകൾ ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുകയാണ്. ഹദീസിന്റെ പിൻബലത്തോടുകൂടി 5ഓളം ശഫായത്തുകൾ ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. അതിൽപ്പെട്ട ഒരു ശഫായത്താണ് ഔലിയാക്കളുടെ ശഫായത്ത്. ആ ശഫായത്ത് മുഹീദ്ദീൻ ശൈഖിനുമുണ്ട്, ആ ശഫായത്ത് മഹാനായ റിഫായി ശൈഖിനുകൾക്കുമുണ്ട്, ആ ശഫായത്ത് മഹാന്മാർക്കുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ ആ ശഫായത്ത് ചോദിക്കുന്നതിനെ സംബന്ധിച്ച്, അവരോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് അവരോട് നടത്തൽ പ്രാർത്ഥനയാണ്. അപ്പൊ മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവുണ്ടോ? ഇത് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് മംഗലാപുരത്ത് ഞങ്ങൾ പിടിച്ചു കെട്ടി. നിങ്ങൾക്ക് ആ കേസറ്റ് സംഘടിപ്പിച്ചിട്ടത് കേൾക്കണം. നിങ്ങൾ മുജാഹിദുകൾ ഇറക്കിയ കേസറ്റിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. അതും കൂടി ഞാൻ പറയാം. ചില ഭാഗങ്ങൾ ഞങ്ങളുടെ പ്രസംഗത്തിന്റെ, എന്റെ ചില പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ, അബൂബക്കർ ദാരിമി മറുപടി പറഞ്ഞപ്പോലുള്ള ചില ഭാഗങ്ങൾ, എന്റെ ചോദ്യത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവസരോചിതമായി കട്ടുകളും തിരിമറികളും നടത്തിയിട്ടാ അവരിറക്കിയിട്ടുള്ളത്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണേ, അത് ബുഖാരി ഒന്നും പരിശോധിക്കണ്ട, 2 CD വാങ്ങുക. ആദ്യം ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേൾക്കുക, പിന്നെ അവർ പറഞ്ഞ കേൾക്കുക. എവിടെയാ കട്ട് മുറിച്ചാൽ നിങ്ങൾക്ക് തിരിയും. അവർ പറയുന്നത് പ്രകാരം സത്യമാണെങ്കിൽ, അവർ പറഞ്ഞതാ ശരിയെങ്കിൽ, ഞങ്ങൾ കേസറ്റിൽ കൂടുതൽ വന്നത് ഞങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചാന്ന് വരേണ്ടി വരും. അത് തെളിയിക്കുന്ന പക്ഷം 1 കോടിയല്ല 100 കോടി ഞങ്ങൾ തരാം. ആരെയും ഞങ്ങൾ സധൈര്യം വെല്ലുവിളിക്കുക. ഒരൊറ്റ കുട്ടിക്ക് സാധ്യമില്ല. പച്ചക്കളവ് മലയാളത്തിലെ കേസറ്റിൽ പോലും നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കും, ഇവർ ബുഖാരിയിലൊക്കെ എത്ര കളവ് നടത്തും, ഇവർ കിതാബിന്റെ ഭാഗത്ത് എത്ര മുറിക്കും.
ഇവരെന്തൊക്കെ കാട്ടും ഇങ്ങനെ മലയാളത്തിൽ തന്നെ ചെയ്താൽ. സംവാദത്തിൽ നടന്ന ഭാഗങ്ങള്, പ്രസക്തമായ ഭാഗങ്ങൾ കട്ട് ചെയ്തിരിക്കണം. ആശയം ചോരുന്ന മുറി, ഇത് പാടുണ്ടോ മലയാളത്തിൽ? ഇങ്ങനെ മുറിവ് നടത്തിയിട്ടാണ് ഇതൊക്കെ പ്രാർത്ഥനയായി അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് പ്രാർത്ഥനയല്ല, ഇത് പ്രാർത്ഥനയല്ല, ഇത് സഹായം തേട്ടമാണ്. ഇതിനെപ്പറ്റിയാ പറയുന്നത്. ഈ സുന്നികളുണ്ടല്ലേ, ഇവർ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്, ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നത് മുശ്രിക്കുകളാണ്. ഈ ആശയം പറഞ്ഞുകൊണ്ടാണ് 1922 ഇവിടെ വഹാബികൾ വന്നത്. സുന്നികൾ ഒറിജിനൽ മുശ്രിക്കുകളാണ്. ഈ കാണുന്ന നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. ഇവിടുത്തെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇവർ കത്ത് കൊടുത്തപ്പോൾ വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ എന്ന് അതിന്റെ തുടക്കത്തിൽ എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളായി കാണണം, നിങ്ങൾ സലാം മാറ്റൂ. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഞങ്ങളെ മുസ്ലിമീങ്ങളായി കാണുന്നുണ്ടോ? ഞങ്ങൾ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് മുശ്രിക്കുകളാണ് നിങ്ങൾ പറയണില്ലേ? നിങ്ങൾക്ക് സംശയമുണ്ട്, കേട്ടോളൂ. നമ്മുടെ ഒരു മൗലവി മുജാഹിദിന്റെ ഒരു മൗലവി, അതിപ്രസരമുള്ള പേര് കൊണ്ടും ഇസ്മ കൊണ്ടും മുസമ്മ കൊണ്ടും മുജാഹിദായ ഒരു മൗലവി പറയും, സുന്നികൾ ഒറിജിനൽ മുശ്രിക്ക. പറയട്ടെ, സൗണ്ട് ശരിയായിട്ടില്ലേ? വേഗം നോക്കണം, സമയം കുറവാ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, സുന്നികളോട് സൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, ഒന്ന് പറഞ്ഞോട്ടെ സുന്നികളോട്, സുന്നി സുഹൃത്തുക്കളോട്. എന്തിനാ നരകം ഇങ്ങനെ ചോദിച്ചു വാങ്ങണേ, എരന്ന് വാങ്ങണേ? എന്തിനാ നരക എരന്ന് സുന്നിയായിട്ട് വാങ്ങണേ? എന്തിനാണ്? കോമൺ സെൻസ് ഇല്ലേ? ചിന്തിച്ചൂടെ നിനക്ക്? ഖുർആൻ വായിച്ച് അർത്ഥം പഠിച്ചത് ഓതിക്കൊടുത്താൽ പോലും ചിലപ്പോൾ നരകത്തിൽ പോകുന്ന അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് സുന്നി നരക ചോദിക്കണം. സുന്നി നരക ചോദിക്കണം. അമ്പിയാക്കളോട് ചോദിക്കലും ഔലിയാക്കളോട് ചോദിക്കലും മഹാന്മാരോട് ചോദിക്കലും. എന്താ കോമൺ സെൻസ് ഇല്ലേ സുന്നിക്ക്? എന്തിനാ നരകം ചോദിക്കുന്നത്? ഇത് പ്രാർത്ഥനയല്ലേ? സുന്നികളെ സംബന്ധിച്ച് പൊതുവെയുള്ള നിലപാടാണ്. ഇനി ഇവർ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പൊതുവേ പറയാന്നല്ലാണ്ട് ഒരാളെ പറ്റി ഞങ്ങൾ പറയില്ല, അതും നുണയാണ്. ആളുകളെ പറ്റി മഹാനായ ശംസുൽ പേരെടുത്തുകൊണ്ട്, മഹാനായ കെ ബി ഉസ്താദിന്റെ പേരെടുത്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കൂ, ഈ അടുത്ത് മന്ത്രിയായ രമേശ് ചെന്നിത്തലയല്ല, എന്റെ തൊട്ട് മുമ്പ് മന്ത്രിയായ നമ്മുടെ മഞ്ഞളാംകുഴി അലി മന്ത്രിയാവോ ഇല്ല എന്ന് കേരളം സംശയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അലിയെ തേടി മന്ത്രി പദവിയെത്തി. അദ്ദേഹം മന്ത്രി പദവിയെത്തിയ ഉടനെ സന്തോഷം കൊണ്ട് 2 സ്ഥലത്തേക്കാ പോയത്. ഒന്ന് പാണക്കാട് തങ്ങളുടെ മുറ്റത്തേക്ക്, മറ്റൊന്ന് മമ്പുറം മക്കാമിലേക്ക്. എന്തിനാ പോയത്? മമ്പുറം തങ്ങളുടെ ബർക്കത്തെടുക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വം തലയിൽ ചുമക്കുന്ന സമയത്ത്, എന്തൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തോളം സഹാബത്ത് അനുവർത്തിച്ചു വന്നൊരു സ്വഭാവമുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ബർക്കത്ത് വാങ്ങൽ, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങൽ, ഈ സ്വഭാവം സുന്നികളുടെ സ്വഭാവമാണ്. എന്തുകൊണ്ട്? ഈ സഹാബത്ത് പഠിപ്പിച്ചതാണ്. ഈ ഒരു കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി മമ്പുറം ദർഗയിലേക്ക് പോയതിനെ പറ്റി പ്രസംഗിക്കുകയാണ് ഈ മൗലവി. എന്താ പ്രസംഗിച്ചെന്നറിയോ? അലി മുശ്രിക്കാണ്. അലി പണ്ട് കാഫറായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയായ കാലത്ത്. കാരണം അലി പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വന്നാണല്ലോ. ഞാൻ പൊളിറ്റിക്കൽ പറയുന്നൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉദ്ധരിക്കുകയാണ്. നെറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ പ്രസംഗം. അദ്ദേഹം പറയാ, അലി മാർക്സിസ്റ്റിലായ സമയത്ത് കാഫറായിരുന്നു, ലീഗിലേക്ക് വന്നപ്പോൾ കാഫറുമായി മുശ്രിക്കുമായി. എന്താ അലി മാർക്സിസ്റ്റിലായ സമയത്ത് കാഫറായത്? പിണറായിന്റെ ഒക്കെ കൂടിയാ കാഫറാവും. ലീഗിൽ വന്നപ്പോ മമ്പുറം മക്കാമിൽ പോയത് കൊണ്ട് മുശ്രിക്കുമായി. കേട്ടോളൂ നിങ്ങള്.
ക്ഷമിക്കണേ, വസ്തുത വളച്ചുകെട്ടില്ലാതെ പറയാം. ക്ഷമിക്കണേ, നിങ്ങൾ തല്ലേക്കരുത് തന്നെ. ഞാൻ വസ്തുത വളച്ചുകെട്ടില്ലാതെ പറയാം. എന്താ വസ്തുത? സുന്നികള് മമ്പുറം മക്കാമിൽ പോകുന്ന ആളുകള് മഞ്ഞളാങ്കുഴി അലി ആളുകൾക്ക് മുശ്രിക്കാണ്. നിങ്ങൾ പിണറായിന്റെ കൂടിയപ്പോ നിങ്ങൾ കാഫറായിട്ടുള്ളൂ, ഇപ്പൊ മുശ്രിക്കായി. മമ്പുറം മക്കാമിൽ വരുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, ദിവസവും കടന്നു വരുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, മഖ്ദൂമിന്റെ മക്കാമിൽ പോകുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിൽ പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ, മക്കാമുകളിൽ പോകുന്ന യുഎഇയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും സൗദിയിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ ലോകത്തിന്റെ അറ്റദിക്കുകളിലും മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ മക്കാമിൽ പോകുന്നുണ്ടോ അവർ മുഴുവനും ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്നും അവർ ശിർക്കിന്റെ ആളുകളാണെന്നുമാണ് ഇവരുടെ വിലയിരുത്തലും പ്രചരണങ്ങളും. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് തന്നെ ഇവിടെ വിഷയം അടിസ്ഥാനമാണ്. അടിസ്ഥാന വിഷയം തൗഹീദും ശിർക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ തൗഹീദിൽ ഇവർ മറിമായം ചേർത്തത് കൊണ്ടാണ്, ഒരു കള്ള ശിർക്ക് ഇവിടെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇവർ ഇതിനെ സംബന്ധിച്ച് ശിർക്ക് എന്ന് പറയേണ്ടി വന്നത്. മുസ്ലിമീങ്ങളെ കാഫറാക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നത് ഇവർക്ക് തൗഹീദും ശിർക്കും തിരിയാത്തത് കൊണ്ടാണ്. ഇവരെ പറ്റി പറയുന്നതെന്ന് പറയോ, ഞങ്ങളെ വലിയ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ, തൗഹീദ് പ്രസ്ഥാനക്കാർ. ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരാ തൗഹീദ് പറയാനുള്ളത്? ഞങ്ങൾ തൗഹീദ് പറയാൻ വേണ്ടി വന്നതാണ്. നിലവിലുള്ള തൗഹീദ് ശരിയല്ല. എന്താണ് ഇവരെ തൗഹീദ്? ഈ ആചരണങ്ങളെ സംബന്ധിച്ച് ഇത് ആരാധനയാണെന്ന് പറഞ്ഞ് ശരിയാക്കി മുദ്രകുത്തുന്ന തൗഹീദ്. ഈ ആദരവുകളെ സംബന്ധിച്ച് സഹാബത്ത് ചെയ്ത ഈ ആദരവുകളെ സംബന്ധിച്ച് ഇത് ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന കള്ള തൗഹീദ്, ഒരു കള്ള ശിർക്കിന് ഇതാണ് ഇവരിവിടെ പഠിപ്പിച്ചത്. 1922 ഇവർ പറഞ്ഞു, 47 മൗദൂദി വന്നിട്ട് പറഞ്ഞു, ഞാനാ യഥാർത്ഥ തൗഹീദ്, മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല, തുന്നിന്റെ തൗഹീദ് ശരിയല്ല, അതുകൊണ്ട് മുജാഹിദ് മുശ്രിക്കാന്ന് പറഞ്ഞു. 2002 മുജാഹിദ് പിളർന്നു. ഇവിടെ രണ്ടു കൂട്ടരുണ്ടല്ലോ ഈ ആലവട്ടൗണിൽ എന്നെ സംസാരം ശ്രമിക്കാൻ രണ്ടു കൂട്ടരെ എനിക്കുണ്ടെന്നറിയാം. 2002 മടവൂരികളും അതുപോലെ തന്നെ ഔദ്യോഗികമായ KNM രണ്ട് ഗ്രൂപ്പായി. മടവൂരികൾ അഥവാ മർക്കസുദ്ദാവിന്റെ ആൾക്കാർ, മറ്റൊന്ന് KNMന്റെ ആൾക്കാർ എന്ന് പറയുന്ന AP അബ്ദുൽ ഖാദർ മൗലവിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ. ഇവരെ ഞങ്ങളുടെ സൗകര്യത്തിന് മലബാറുകാർ പറയാറ് കോമുകളെന്നും എറമുകളെന്നുമാണ്. സൗകര്യത്തിന് വേണ്ടി പറയാൻ, ഷോർട്ടായിട്ട് പറയാം, കുറ്റപ്പെടുത്തി പറയല്ല. അവർ രണ്ടു കൂട്ടരും തെറ്റിപ്പിരിഞ്ഞ ഉടനെ 2002 ഒരു ഉജ്ജ്വല സമ്മേളനം നടത്തി. ഒന്ന് കോഴിക്കോട്ടും ഒന്ന് എറണാകുളത്തും. കോഴിക്കോട്ട് സമ്മേളനം നടത്തിയ ആളുകളെ ഞങ്ങൾ കോഴിക്കോട് മുജാഹിദ് എന്ന അർത്ഥത്തിൽ കോമു എന്ന് പറയുന്നു. എറണാകുളത്ത് സമ്മേളനം നടത്തി ശക്തി തെളിയിച്ച ആളുകളെ എറണാകുളം മുജാഹിദുകൾ എന്ന അർത്ഥത്തിൽ എറമുകളെന്ന് പറയുന്നു. ഈ കോമുകളും എറമുകളും അവർ പരസ്പരം ഇവിടെ പറഞ്ഞെന്നറിയോ? AP അബ്ദുൽ ഖാദർ മൗലവിന്റെ നേതൃത്വത്തിലുള്ള വൻഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ ഇസ്ലാമിക വൃത്തത്തുനിന്ന് പുറത്താണ്, അവർ മുസ്ലിമാണ് എന്നാണ് ആര് പറഞ്ഞത്? മർക്കസുദ്ദാവിന്റെ ആൾക്കാരാകുന്ന ഉസൈൻ മടവൂരിന്റെ നേതൃത്വം, കോഴിക്കോട് മുജാഹിദ്. AP മുസ്ലിക്കാണെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന AP മുജാഹിദിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന അവരുടെ നേതാവ് AP TP അബ്ദുൽ മദനി, അങ്ങനെ തുടങ്ങുന്ന വൻ ടീം മുസ്ലിക്കാണെന്ന് പറയുന്ന ആര്? ഉസൈൻ മടവൂരും ഉമർ സുല്ലമിയും കൂട്ടരും. അവരൊക്കെ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ശിക്ഷ കൊടുക്കുകയാണ്. 2012 അതാ വീണ്ടും പിളർന്നിരിക്കുകയാ. ആരാ പിളർന്നത്? APയുടെയും TPയുടെയും നേതൃത്വത്തിലുള്ള ഔദ്യോഗിക KNM വീണ്ടും പിളർന്നു. എന്താ പിളരാൻ കാരണം? ഒരു ഹദീസാണ്. എന്താണ് ഹദീസ്? ഇസ്തിഗാസ പഠിപ്പിക്കുന്ന ഹദീസ്, ഔലിയാക്കളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഹദീസ്, അമ്പിയാക്കളെ വിളിക്കാൻ പഠിപ്പിക്കുന്ന ഹദീസ്, സ്വാലിഹികളായ ജിന്നുകളെ വിളിക്കാൻ പഠിപ്പിക്കുന്ന ഹദീസ്, മഹാന്മാരുടെ സഹായത്തിന് വേണ്ടി സഹായം നേടാൻ പഠിപ്പിക്കുന്ന ഹദീസ്. ഈ ഹദീസിനെ പറ്റി മുജാഹിദുകൾ പഠിച്ചു. സജീവമായ പഠനം നടത്തിയപ്പോൾ മുജാഹിദുകൾ വീണ്ടും പിളർന്നിട്ട് എന്താ പറഞ്ഞതറിയോ? സക്കരിയ സലാഹിന്റെ നേതൃത്വത്തിലുള്ള വൻ ടീമിനെ സംബന്ധിച്ച് APയും TPയും ചേർന്ന യോഗം തീരുമാനിച്ചു, ഇവര് മുശ്രിക്കുകളാണ്. ആരെ? സക്കരിയ മുശ്രിക്കാണ്. ആരാ സക്കരിയ? APന്റെ കൂടെ AP ഗ്രൂപ്പ് പിളർന്ന ഉടനെ, മുജാഹിദ് പിളർന്ന ഉടനെ 10 കൊല്ലം കൂടെ നിന്ന് സജീവമായി പ്രവർത്തിച്ച 10 കൊല്ലത്തെ പ്രവർത്തകൻ. മാത്രമല്ല തന്റെ ചെറുപ്പകാലം മുതൽ വള്ളിട്ടോസരട്ട കാലം മുതൽ നോട്ടീസ് ഒട്ടിച്ചിട്ടും പ്രസംഗം നടത്തിയിട്ടും സംവാദ ഖണ്ഡന മണം നടത്തിയിട്ട് മുജാഹിദിന്റെ കൂടെ ജീവിച്ച 30 കൊല്ലത്തെ പാരമ്പര്യമുള്ള മുജാഹിദുകാരൻ സക്കരിയാനെ പറ്റി, സക്കരിയാനെ കറിവേപ്പില കറിയിൽ നിന്ന് പുറത്തിടുന്നത് പോലെ സക്കരിയാനെ മുജാഹിദിൽ നിന്ന് പുറത്തിട്ടത് എവിടത്തേക്കാ? മുശ്രിക്കാക്കിയിട്ട്. സക്കരിയ മുശ്രിക്കാക്കി. നിങ്ങൾ ആലോചിക്കും, സക്കരിയ സങ്കടത്തോടെ പറയുന്ന മഞ്ചേരിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു കേട്ടോ നിങ്ങൾ സങ്കടം.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? എന്നെ ഇപ്പൊ എന്താ ഉണ്ടായത്? പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത. സഹിക്കാൻ കഴിയോ? എന്നെ മുജാഹിദ് പുറത്തായിക്കോട്ടെ, സക്കരിയ മുജാഹിദ് ഔട്ട് എന്ന് പറഞ്ഞോട്ടെ, മുശ്രിക്കായ സക്കരിയ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ കഴിയുന്നില്ല സങ്കടം. ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു സക്കരിയ, നിങ്ങളുടെ സുഹൃത്തല്ലേ മുജാഹിദ് ബാലുശ്ശേരി? അയാൾ പറഞ്ഞപ്പോൾ മഞ്ഞളാങ്കുഴി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നോ? ഓ മൗലവിമാരെ, ചോദിക്കട്ടെ, നിങ്ങൾ ശംസുലമനെ പറഞ്ഞപ്പോൾ, അവിടുന്ന് മുസ്ലിക്കാണെന്ന് പേരെടുത്ത് പറഞ്ഞപ്പോൾ, മഹാനായ കെ.ബി. ഉസ്താദിനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നോ? സുന്നികൾ മുസ്ലിക്കുകളാണെങ്കിൽ നിങ്ങൾ എഴുതിയ കൊട്ടക്കണക്കിന് ലേഖനങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കും വരക്കൽ മുന്നപ്പോഴൊന്നുമില്ല, ഇവിടുത്തെ ആലിമീങ്ങൾക്ക് എത്ര വിഷമമുണ്ടായി. ഈ വിഷമമല്ലേ നിങ്ങൾക്കും പിടിവെട്ടത്? പറയും, ആലോചിക്കണ്ടേ? എന്നിട്ട് മൂപ്പര് പറയും, ഞാൻ ആരാന്നറിയോ? എന്നെ പറ്റി പറയും, മൂപ്പര് പറയട്ടെ. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടലില്ലാതെ നിൽക്കുന്ന കണ്ണിലെ പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. അതാണ് എന്താ ചെയ്തെന്നെ? എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. എന്താ മുജാഹിദുകളുടെ അവസ്ഥ? അതിനേക്കാളും വലിയ സംഘടന എന്നറിയോ? എന്നെ പുറത്താക്കി ശിർക്കാരോപിച്ചു എന്ന് മാത്രമല്ല, പത്രത്തിൽ കൊടുത്ത സക്കരിയ മുശ്രിക്കാണ്. പത്രത്തിൽ വന്നില്ലേ സക്കരിയ മുശ്രിക്കാണെന്ന്? ആൾക്കാരെന്ന് വിചാരിക്കാത്ത കാളിന് കൊണ്ട് പ്രസംഗിച്ചു കിടന്ന ആളാ. നിങ്ങൾ ആലോചിക്കൂ, എന്താണ് ഇവിടെ പ്രശ്നം? പ്രശ്നം അടിസ്ഥാനപരമാണ്. ഇത് 2012 ഡിസംബറിലാണ്. 2012 ഡിസംബറിൽ മഞ്ചേരിയിൽ നടത്തിയ പ്രസംഗമാണ്. സക്കരിയന്റെ ഈ കരച്ചൽ വിലാപം ഇന്നും അവസാനിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, എന്റെ മുസ്ലിമീങ്ങളെ, ഇത് അവസാനിക്കുന്നില്ല. ഈ ശിർക്കാരോപണം അവസാനിക്കുന്നില്ല. ഇതെവിടുന്നാ തുടങ്ങിയത്? ഇത് 1922 തുടങ്ങിയതാണ്. ഇത് അവസാനിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം ഈ തൗഹീദിൽ തിരിച്ചുവിടേണ്ടി വരും. കാരണം നിങ്ങളെ തൗഹീദ് ഇസ്ലാമിക ലോകത്ത് പരിചയമില്ലാത്ത തൗഹീദാ. നിങ്ങൾ പഠിപ്പിക്കുന്ന ശിർക്ക് അത് ഇസ്ലാമിക ലോകത്ത് പരിചയമില്ലാത്ത ഇമാമുകൾ പറയാത്ത നിർവചനമാ. അതുകൊണ്ടാണ് ഇമാം ഷാഫി പഠിപ്പിക്കാത്ത, ഇമാം അബൂ ഹനീഫ പഠിപ്പിക്കാത്ത, ഉറച്ച ഇമാമെ പഠിപ്പിക്കാത്ത, ഉറച്ച നബിയും പഠിപ്പിക്കാത്ത, ഉറച്ച ആലിമീങ്ങളും പഠിപ്പിക്കാത്ത ഈ കള്ള തൗഹീദും കള്ള ശിർക്കും ഈ സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കുത്തുവെപ്പ് ശിർക്കാന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാ നിങ്ങൾക്ക് മൗലൂദ് ശിർക്കാന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാ നിങ്ങൾക്ക് ഇസ്തിഹാസ ശിർക്കാന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാ നിങ്ങൾക്ക് കബറിനടുത്ത് ശിർക്കാന്ന് പറയേണ്ടി വന്നത്. ഞാൻ പറയില്ല, സക്കരിയ പറയുന്ന മുജാഹിദിന്റെ തൗഹീദ് 2012 മേഡിയൻ 2012 പുതിയ തൗഹീദാ. മുജാഹിദിന്റെ തൗഹീദ് പുതിയ തൗഹീദ്. സക്കരിയ പറയട്ടെ, കേട്ടോളൂ, ശരിക്കും കേൾക്കണേ. എംഐ ലേഖനം ഒക്കെ കൊടുത്തോ, ചെറിയമുടത്തെ ലേഖനം കൊടുത്തോ? ഇവർ ശിർക്കിലേക്ക് പോയി സൗണ്ട് കൊടുത്ത് തലക്കുന്നേ കൊടുക്ക്, തലക്കുന്നേ കൊടുക്ക്, തലക്കുന്ന സൗണ്ട് കൂട്ടി കൊടുക്ക്. എംഐ സുല്ലമിന്റെ ലേഖനം ഒക്കെ കൊടുത്തോ, ചെറിയമുടത്തെ ലേഖനം കൊടുത്തോ? ഇവർ ശിർക്കിലേക്ക് പോയി തെളിയിക്കാൻ. അപ്പൊ ഇത് പുതിയ ശിർക്കാണ്. ഇത് 2012 ഈ മൂവർ സംഘം അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് കടമെടുത്ത തൗഹീദാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദിനെ തകർക്കാൻ വേണ്ടി. അപ്പൊ 2012 പുതിയ തൗഹീദാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് 2012 എന്തൊക്കെ പുതിയ ഉണ്ടായിട്ടുണ്ട്? ആ കൂട്ടത്തിൽ പുതിയ ഉണ്ടായൊരു സാധനമാണ് എന്ത്? മുജാഹിദിന്റെ തൗഹീദ് 2012 മേഡിയൻ 2012. സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹുവിന്റെ ദീനിന്റെ തൗഹീദല്ലേ. മഹാനായ സയ്യിദുനാ അബൂൽ ബശർ ആദം, സയ്യിദുനാ ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, സയ്യിദുനാ ഖലീൽ നബിയുല്ലാഹി ഇസ്മാഈൽ, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദ്, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ്, ഈ തൗഹീദ് വിട്ടുകൊണ്ട് 2012 ഈ 3 മൗലവിമാർ അഥവാ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലത്തെ അനീഫ് കായ്ക്കൊടിയും അനസ് മൗലവിയും കൂടി ഉണ്ടാക്കിയ തൗഹീദാണ് കേരളമിന്റെ തൗഹീദ് എന്ന് ഇതാ സലീം ഫൈസി എന്ന് പറയുന്നത്, MP അബൂബക്കർ ദാരിമി എന്ന് പറയുന്നത്, എന്റെ സുഹൃത്ത് നവാസ് സാനൂർ എന്ന് പറയുന്നത്, ശിഹാബുദ്ദീൻ മൗലവി എന്ന് പറയുന്നത്, ഇവിടുത്തെ ജമിയത്തുൽ ഉലമ സെക്രട്ടറി എന്ന് പറയുന്നത്, ഇത് സാക്ഷാൽ സക്കരിയ സലാഹി. ഇനി ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക്. ഒരു സുകാര്യം പറയാം. അതായത് നമ്മൾ അനസ് മൗലവിയുടെ സക്കരിയാന്റെ നേരെ എതിർ ടീം.
നിങ്ങളുടെ നാട്ടുകാരനാ? എന്നാൽ വെറുതെ കേൾക്കാനായിട്ട് സമയം കുറവുണ്ട്. എന്നാലും അനസ് മൗലവി പറയാം. അനസ് മൗലവി പറയണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തൗഹീദിനെ പറ്റി പറയാൻ? മുജാഹിദിനോട് ചോദിക്കാം, മറ്റേ ഗ്രൂപ്പിനോട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തൗഹീദ് പറയാൻ? ധൈര്യമുണ്ടോ? ഞങ്ങളോട് പറയണ്ട, ഖുറാഫി സുന്നികളോട് പറഞ്ഞാൽ മതി. ധൈര്യമുണ്ടോ? വിഷയം തൗഹീദ് എന്നായിരിക്കണം, അത് പറയാൻ പേടിയാണ്. ഇയാളെന്നല്ലേ? അനസ് മൗലവി പറയട്ടെ. ഞങ്ങൾ വിഷയം പഠിക്കാതെ പറയുന്നവരാണെങ്കിൽ മനസ്സോദരങ്ങൾ ഞങ്ങൾ ദൗറെടുത്തുവോ? പറയുവാണെങ്കിൽ ചർച്ചയ്ക്ക് നിൽക്കോ, മുഖാമുഖത്തിന് നിൽക്കോ? ഇപ്പൊ ഇതാണ് നാടകം എന്നൊക്കെ ചില ആളുകൾ പറയുന്നത്. ഇന്ന് നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നടത്തി നോക്കി കേരളത്തിൽ. ഞങ്ങൾക്കെതിരെ വേണ്ട, ഖുറാഫികൾക്കെതിരെ നിങ്ങൾ നടത്തി നോക്കും ഒരു മുഖാമുഖം. വിഷയം തൗഹീദ് എന്നായിരിക്കണം. മനസ്സിലായോ? വിഷയം തൗഹീദ് എന്നായിരിക്കണം. ആ വിഷയം പോലും ചിലർക്ക് ഇപ്പൊ പേടിയായിട്ട് തുടങ്ങി. ഞാനിപ്പോ ഫോണിൽ അങ്ങോട്ട് മുജാഹിദിന്റെ മറുഗ്രൂപ്പിനോട് പാതിരാ സമയത്ത് 12 മണിക്ക് മുജാഹിദിന്റെ കേന്ദ്രമായ അവരുടെ സ്ഥാപനത്തിൽ മുജാഹിദ് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാം. മറുഗ്രൂപ്പിനോട് ചോദിക്കുക, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാൻ തൗഹീദ്? ആരോട് പറയണം? ഖുറാഫികൾ എന്ന് പറയുന്ന സുന്നികളോട് പറയണം. വിഷയം മുജാഹിദേ, എന്തിനാണ് നീ ഇവിടെ ഉണ്ടായത്? തൗഹീദ് പറയാനല്ലേ. മുജാഹിദേ, നിന്റെ പേരെന്താണാ നീ പരിചയപ്പെടുത്തിയത്? തൗഹീദ് പ്രസ്ഥാനം എന്നല്ലേ. മുജാഹിദേ, നീ എന്തിനോട് നിലകൊള്ളുന്നു? ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ആ മുജാഹിദിന് തൗഹീദ് എന്ന വാക്ക് പറയാൻ പേടിയാ. ഇത് സലീം ഫൈസി പറയുന്നതല്ല, ഇത് അനസ് മൗലവി പറയാ. നിങ്ങളുടെ നാട്ടുകാരൻ എവിടെയെത്തി മുജാഹിദികളെ നിങ്ങളുടെ തൗഹീദ്? അതുകൊണ്ടിതാ ഈ ആലപ്പുഴ ജില്ലയിൽ വെച്ചോ കേരളത്തിന്റെ സർവ്വസ്ഥലത്തും വെച്ചും ഇസ്തിഖാമ ഞങ്ങൾ നിങ്ങളെ നേരിടുകയാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കള്ള തൗഹീദുകളെ നിങ്ങൾക്ക് തൗഹീദ് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് തൗഹീദിന്റെ കാതൽ വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പയച്ചത് മുഴുവനും. ഞാൻ 1-2 എക്സാമ്പിളുകളും കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. 1-2 എക്സാമ്പിളുകൾ നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മുടെ സക്കരിയ സലായിയും മുജാഹിദുകളും മുഴുവനും ഒരു കാലത്ത് തൗഹീദിന്റെ ഈ കള്ള തൗഹീദിന്റെ പേരിൽ ഇസ്ലാമിലുള്ള സർവ്വത്തെയും അവർ നിഷേധിച്ചു. 100കണക്കിന് ഇബാദത്തുകളെ, 100കണക്കിന് ആചാരങ്ങളെ, നല്ല നല്ല സംഗതികളെ പറ്റി വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളെ പറ്റി വിശ്വസിക്കാണെന്ന് പ്രസംഗിച്ചു. സുബ്ഹാനല്ലാഹ്. ഇയാൾ പറഞ്ഞത് സക്കരിയ സലാഹി പറഞ്ഞു, മന്ത്രം ശിർക്കാണ്, മന്ത്രിക്കൽ ശിർക്ക് ഇല്ലേ? മന്ത്രത്തെ സക്കരിയ സലാഹി മാത്രമല്ല മുജാഹിദിൻ ആളുകൾ മുഴുവനും പറഞ്ഞു, ഈ സുന്നികളുടെ മന്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ കീശ വർപ്പിക്കാനുള്ള തന്ത്രം എന്നാണ്. അവർ കുറുക്കുകെട്ടും നൂലുകെട്ടും മറ്റകെട്ടും ജാതി ഏജാതി തണികരുക, ഇതൊക്കെ സുന്നികളുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്ര. ഏത് മന്ത്രം? റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ മന്ത്രം? സ്വഹാബത്ത് ചെയ്തിട്ടില്ലേ മന്ത്രം? റുഖിയ എന്ന് പറയുന്ന ഒരു അധ്യായം നമ്മുടെ ആദാബുർ റുഖയും കിതാബുർ റുഖയൊക്കെ നമ്മുടെ കിതാബുകളിലില്ലേ? അതിനെ വിമർശിക്കുന്ന കേട്ടോ നിങ്ങള്? പഴയകാലത്ത് സക്കരിയ സലാഹി പ്രസംഗിച്ച പ്രസംഗം മുജാഹിദുകൾക്ക് നിഷേധിക്കാൻ കഴിയോ? പറയട്ടെ. രോഗം വന്ന അരിക്കൽ, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം, ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം എന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫൈനല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടിട്ട് ചികിത്സിച്ചാൽ ബിഇദ്നില്ല അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. എന്നതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? തങ്ങളെടുത്തു പോകും, അവിടുന്ന് ഒരു നൂല് വന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടത് കയ്യിൽ കെട്ടും അല്ലേ? അരിക്കല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ് എന്താ ഇതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ട കടലാസെടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിപ്പിലാമ് അലിപ്പ് റാന്നൊക്കെ എഴുതുക, എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളിയോപ്പതി മുറിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് അരിക്കല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. അത് അയാളിങ്ങനെ പരിഹസിച്ചു പോയത് മന്ത്രത്തെ പരിഹസിക്കുന്ന വളരെ ദയനീയമായ ചിത്രങ്ങളാണ്. നിങ്ങൾ ആലോചിക്കൂ. എന്നാൽ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കണോ? 2002 മുജാഹിദുകൾ കണ്ടുപിടിച്ച മന്ത്രമുണ്ടെന്ന്, നൂലിലൂതലുണ്ടെന്ന്, വെള്ളത്തിലൂതലുണ്ടെന്ന്, രോഗികളെ ചികിത്സിക്കാൻ ശരീരത്തിലൂതലുണ്ടെന്ന്, ശരീരത്തിൽ തിന്നുകോടും ശൈത്താന്മാർ കയറിക്കോടും അവരെ ഇറക്കണമെങ്കിൽ അടിക്കണമെന്ന് കണ്ടുപിടിച്ചോ, അവരെ മന്ത്രിക്കണമെന്ന് കണ്ടുപിടിച്ചോ. മുജാഹിദുകൾ 2002 അത് വിളംബരം ചെയ്തു. ഈ വിളംബരവും പ്രചരണവുമായി നീണ്ട 10 കൊല്ലം മുജാഹിദുകൾ പ്രചരണം നടത്തിയപ്പോൾ മുജാഹിദുകളിൽ വന്ന മാറ്റം കേൾക്കണോ? ആലപ്പുഴയിലുള്ള എന്റെ മുസ്ലിമീങ്ങളെ എന്താ മുജാഹിദുകൾ ഉണ്ടാക്കിയെന്നറിയോ? ഇന്നുവരെ ഒരു സുന്നിയും ചെയ്യാത്ത, ഒരു സുന്നത്തിനുമായിട്ട് ആരും കേൾക്കാത്ത വിധം മുജാഹിദുകൾ ഉയർന്നു വന്നു. ഞങ്ങളുടെ
നാട്ടിലൊക്കെ നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. തൂറാത്തം തൂറിയ തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറയാറുണ്ട്. എന്നതുപോലെ മന്ത്രിക്കാത്ത മന്ത്രിച്ചപ്പോ മന്ത്രം കൊണ്ട് ഒരു ആറാട്ട. മുജാഹിദ് ഒരുപാട് ക്ലിനിക്ക് തുടങ്ങി. എന്ത് ക്ലിനിക്ക്? ജിന്ന് ക്ലിനിക്ക്, മന്ത്ര ക്ലിനിക്ക്, ജിന്നിനെ അടിച്ചിറക്കുന്ന ക്ലിനിക്ക് സജീവമായി. അങ്ങോട്ടും ഇങ്ങോട്ടും മുജാഹിദുകൾ 2012 പിളർന്നപ്പോ പിന്നെ ഈ ക്ലിനിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദർശിപ്പിക്കലായി ഇവരുടെ ജോലി. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ 1-2 രംഗങ്ങൾ കാൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം. സക്കരിയ സലാഹിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സക്കരിയ സലാഹിന്റെ അടുത്തേക്ക് ഒരു മുജാഹിദ് സുഹൃത്ത് വന്നു. യഥാർത്ഥത്തിൽ സക്കരിയാന്റെ അടുത്തല്ല വന്നത്. നേരത്തെ കണ്ട മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടല്ലോ, മൂപ്പരടുത്തേക്ക് വന്നപ്പോ മൂപ്പര് എന്തിനാ വന്നത്? ഒരു സജീവ മുജാഹിദുകാരൻ എന്തൊക്കെയോ ഒരു പ്രശ്നം, ചികിത്സിച്ചതൊന്നും മാറുന്നില്ല. അപ്പൊ മനസ്സിലാക്കി രോഗം മറ്റേതാണ്. ഏത്? മുജാഹിദ് ഈ കാലം അത്രയും വിശ്വസിക്കാതിരുന്ന 2002 ശേഷം വിശ്വാസം വന്ന ജിന്ന് കൂടിയതാണ്, ശൈത്താൻ കൂടിയതാണ്. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി എല്ലാ ചികിത്സയും നടത്തിയിട്ടും മാറണില്ല. അവസാനം ശൈഖ് സക്കരിയ സലാഹിന്റെ അടുത്തേക്ക് വിട്ടു. മൂപ്പർ വലിയ ശൈഖ് മൂപ്പരാണല്ലോ. സക്കരിയ സലാഹിന്റെ അടുത്ത് എന്റെ അടുത്ത് അവസാനം വിട്ടു. ഞാൻ എങ്ങനെ മൂപ്പരെ മന്ത്രിക്കാൻ തുടങ്ങി. എങ്ങനെ മന്ത്രിക്കാൻ? ഫോറിയം മന്ത്രം. എന്റെ അടുത്ത് മന്ത്രമൊന്നുമില്ല, ഞാൻ ഫോറിയം കൊണ്ടുവന്നൊരു ഗൾഫ് മന്ത്രമുണ്ട്, അത് ഞാൻ മന്ത്രിച്ചിടന്നു. അങ്ങനെ ആ ശൈത്താൻ ഇങ്ങനെ ഇളകുന്ന രംഗം ഇത് സക്കരിയ സലാഹി നടത്തിയപ്പോൾ മുജാഹിദുകളുടെ ഇടയിൽ ഇഷ്യൂ ആയി. മറ്റേ ഗ്രൂപ്പ് ഇത് പ്രചരിപ്പിച്ചു നടന്നു. വർഗദാവക്കാർ ഇത് പ്രചരിപ്പിച്ചപ്പോ അദ്ദേഹം കാസർഗോഡ് ഒരു പ്രഭാഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ എഴുന്നേറ്റ് നിന്ന് സക്കരിയാനെ ഉടലോടെ പിടിച്ച് ചോദ്യം ചോദിക്കുകയാണ്. സക്കരിയ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇന്നാലിന്ന മുജാഹിദ് പ്രവർത്തകന്റെ ശരീരത്തിൽ ജിന്നാണ് കൂടിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തിരിഞ്ഞത്? ആ ചോദ്യത്തിന് സക്കരിയ കൊടുക്കുന്ന മറുപടി കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് ഷാർജയിലേക്കല്ല, എവിടത്തേക്കാണോ പോയി റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന് കേഫിന്റെ സീഡി എടുത്തിട്ട് ഇത് കേൾപ്പിന്റെ സീഡി കൊടുത്തിരുന്നു കിടന്നാലെന്ന് ഖുർആൻ ഓതെന്ന് പറഞ്ഞൂടെ? അത് പറയാ. എന്റെ കൗമേ, നിങ്ങൾ ഇത്ര കടുത്തു പോയോ നിങ്ങളെ മനസ്സ്? ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലൊന്ന് ഇട്ടൊന്ന് പുറത്തേക്ക് ചാടുക. ശൈത്താൻ ഇപ്പം പ്ലെയറിനും കൂടി. പിന്നെ അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താണ് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചികിത്സ ഉണ്ട്. ഇത് ശൈത്താനാണ്, ഖുർആന്റെ ശത്രു ശൈത്താനാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലൊന്നും ചികിത്സയില്ല. കേരളത്തിൽ ഇത് എവിടെയുള്ളൂ? സൗദിയില്, സാക്ഷാൽ സൗദിയില്, വഹാബിസത്തിന്റെ വിളനിലമായ സൗദിയില്, നജിദിനെ നെഞ്ചിലേറ്റിയ സൗദിയില്, നജിദിനെ തലസ്ഥാനമായി സ്വീകരിച്ച സൗദിയില് ഗൾഫ് സലഫികൾ അവരിന്ന് ചികിത്സിക്കുന്നുണ്ട്. ഞങ്ങൾ കേരള മുജാഹിദുകൾ അവിടെ എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ. എന്നിട്ടോ മൂപ്പർ ഗൾഫിൽ കുറച്ചു മുമ്പ് ചികിത്സണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കേസറ്റിലാക്കിയാണ്. അതുമാണ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി. ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേഷം എന്റെ ടേപ്പ് റിക്കാർഡിനുള്ള പിന്നെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ്, എനിക്ക് നെഞ്ചരിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ചതു പോകാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടി എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കുന്നു വന്ന മാതിരി എന്താണ് നീ കാണിച്ചത്? ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അപ്പൊ ഒരൊറ്റ മന്ത്രത്തിന് ഇത്ര നഷ്ടം. ഒരു ലാപ്ടോപ്പ് പോയി, ഒക്കെ പോയി, 10-50 റുപ്യ പോയി ഒരു മന്ത്രം നടത്തുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സക്കരിയ സലാഹിന്റെ മേക്ക് ശൈത്താൻ കൂടുമെന്ന്? എന്നാ കണ്ടോളി. മൂപ്പർ എന്റെ സ്വന്തം മഹലിൽ, ഞാൻ പോകുന്ന മഹലിൽ വന്നിട്ട് മൂപ്പർക്ക് സ്വന്തം കളകുന്ന രംഗങ്ങൾ കണ്ടോളി. അടുത്ത് അതാ കാണാൻ പോണം.
ഞാൻ ഖുത്ബ ഓതുന്ന സ്ഥലമാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ഈ ആലപ്പുഴയിലേക്ക് ഈ പരിപാടിക്ക് സംബന്ധിക്കാൻ വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ലീവൊക്കെ എടുത്ത് വന്നതാ. കാരണം നേരത്തെ എത്തണം എന്നുള്ള നിലക്ക്. അപ്പോ എന്റെ നാട്ടിൽ ഇയാളുടെ മുമ്പൊരിക്കൽ പ്രസംഗിക്കാൻ വന്നപ്പോ അയാൾക്ക് തനിയെ ശിവത്താനുള്ള രംഗയിൽ കാണാൻ പോകുന്നു. കണ്ടോളൂ. അതങ്ങനെ പോ അനന്തമായി നീളുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ, ബഹുമാനപ്പെട്ട മോമിനികൾ ആലോചിക്കണം. മന്ത്രം മുസ്ലിയാക്കന്മാരെ തന്ത്രമാണെന്നും മുസ്ലിയാക്കന്മാരെ വീശി സമർപ്പിക്കാനുള്ള തന്ത്രമാണെന്നും അത് സ്വർഗ്ഗാണെന്നും നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? പറയട്ടെ. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നല്ലോ. അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ? എവിടെ അനസ് മൗലവി എന്നെ കൊണ്ടുപോയത്? ചികിത്സിക്കാൻ വേണ്ടി. ആരടുത്ത്? സുബൈർ ഡോക്ടറിന്റെ അടുത്ത്. എന്തിനാ ചികിത്സിക്കാൻ കൊണ്ടുപോയത്? ഖുർആൻ ഓതി മന്ത്രിക്കാൻ. ആന്തെ അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ? സക്കരിയ സലാഹി തുടർന്ന് പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് വെച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാൻ ഒരുപാട് മുജാഹിദികൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തതെന്നല്ല, ഹാഫിളുകൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിയോട് പറഞ്ഞേക്ക്. അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹി ഞങ്ങൾ ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഇസാഖ് അലി കല്ലിക്കണ്ടിന്റെ ഉമ്മ ഹജ്ജിന് പോയ സമയത്ത് ചികിത്സിച്ച ഒരു മന്ത്ര ചികിത്സയെന്ന് പറയാം. ഇന്നത്തെ മുജാഹിദിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാ ഇസാഖ് അലി കല്ലിക്കണ്ടി. അദ്ദേഹത്തിന്റെ സംഭവം പറയാം സക്കരിയ സലാഹി പറയട്ടെ. മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടുള്ള ജില്ലാ സെക്രട്ടറിയാണ്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടുത്തെ ഇങ്ങനെ കിടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക. അപ്പോ പോട്ടെ, അത് തുടർന്ന് ഒരുപാട് ചികിത്സക്കഥകൾ പറയാം. നിങ്ങളുടെ ചികിത്സക്കഥകൾ മുഴുവനും കേട്ടിരിക്കാൻ ഞങ്ങളെ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, നിങ്ങൾ ചികിത്സിച്ചതും നിങ്ങൾ ശൈത്താനിറക്കിയതും നിങ്ങൾ ജിന്നിന്റെ അടുത്ത് കൊണ്ടുപോയതും നിങ്ങൾ ഹാഫിലിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയതും നിങ്ങൾ ഹാഫിലിങ്ങളെ കൊണ്ടുപോയതും നിങ്ങൾ ഹിഫ്ദുർ റഹ്മാൻ എടുത്ത് കൊണ്ടുപോയതും നിങ്ങൾ ഫൈദുർ റഹ്മാൻ എടുത്ത് കൊണ്ടുപോയതും അനസും അനീഫയും കൊണ്ടുപോയതും നിങ്ങൾ സർവ്വരും നടത്തിയതും എല്ലാം നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ശ്രദ്ധിക്കേ, ഞങ്ങൾ പറയട്ടെ,
ഈ തൗഹീദിനെ സംബന്ധിച്ച് നിങ്ങൾ വികലമാക്കി ചിത്രീകരിച്ചതുകൊണ്ടല്ലേ ദുനിയനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിശ്വാസം വന്നത്. മറന്ന മാർഗത്തിലൂടെ ദോഷം പ്രതീക്ഷിച്ചാൽ ശരിയാകുമെന്നോ, മറന്ന മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചാൽ ശരിയാകുമെന്നോ, അത് അല്ലാഹുവിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്നും സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അതാണ് ശരിയെന്നും നിങ്ങൾ കള്ളത്തൗഹീദ് പറഞ്ഞതുകൊണ്ടല്ലേ ദുനിയനെ പേടിച്ചാൽ മറന്ന മാർഗത്തിലൂടെ ദോഷം ഭയപ്പെടലാണ്, ബർക്കത്ത് പ്രതീക്ഷിച്ചാൽ മറന്ന മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കലാണ് എന്ന ഈ കള്ള നിർവചനം വെച്ചുകൊണ്ട് നിങ്ങൾ ശരിക്കാക്കി പറഞ്ഞത്. ഈ തൗഹീദാണ് ഇവിടെ പകർന്നത്, നിങ്ങളുടെ മന്ത്രത്തിലൂടെ പകർന്നത്, നിങ്ങളുടെ സിഹറിലൂടെ പകർന്നത്, നിങ്ങളുടെ മാറ്റി ആശയത്തിലൂടെ പകർന്നത്, അത് നിങ്ങളുടെ തൗഹീദാണ്. ഈ ഒറ്റപ്പിടിച്ച് ആശയം പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ മുജാഹിദുകളെ, ഇവിടെ മന്ത്രമല്ല വിഷയം, ഇവിടെ തെളിയ തന്ത്രങ്ങളല്ല വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ശിർക്കാണെന്ന് വിശ്വസിക്കുകയും ഈ തെറ്റായ ശിർക്ക് നിങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്ത നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഒരുപാട് പൂർവ്വസൂരികളായ മുജാഹിദുകൾ ഈ വിശ്വാസം വെച്ചിട്ട് മരിച്ചുപോയല്ലോ. അവർ തൗഹീദ് ശരിയാണോ? TN 2585 വൈറ്റ് കാറ് ഇവിടെ ഒരു ഗോഡൌണിന്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കണം. ഒന്ന് മാറ്റി കൊടുത്താൽ സൗകര്യം. TN 2585 വണ്ടി വെയിറ്റ് കാർ മാറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ തൗഹീദ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തോട് മാപ്പ് പറയുകയും ഇത് തിരുത്തുകയും ചെയ്യേണ്ട കടമ ഈ മാറി മാറി തല്ലിക്കൊണ്ടിരിക്കുന്ന തൗഹീദിൽ തല്ലു നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾക്കുണ്ട്. ഞങ്ങൾ അടിസ്ഥാന വിഷയത്തിലാവുന്നത്, ഞങ്ങൾ അടിസ്ഥാന വിഷയം അതാണ്. ഇനിയും പറയട്ടെ, ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. ഞങ്ങൾ നന്ദിയിൽ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിന്റെ നേതൃത്വത്തിൽ ഒരു മുഖാമുഖം അവിടെ വെക്കേണ്ടി വന്നു. വെക്കാൻ കാരണം മുജാഹിദുകൾ അവിടെ ഒരു പരിപാടി വെച്ച് പോയപ്പോഴേ പിന്നെ നമ്മൾ സുന്നി പ്രവർത്തകരായ കുട്ടികൾ അവരെ സംശയം തീർക്കാൻ വേണ്ടി ഒരു പ്രസംഗവും തുടർന്ന് ചോദ്യോത്തര സെഷൻ, അങ്ങനല്ലേ മര്യാദ അല്ലേ നമ്മളിപ്പോ അതവിടെ നടത്തുന്നത്. അങ്ങനെ നടത്തിയപ്പോൾ മുജാഹിദുകൾ കൂട്ടത്തോടെ ചോദിക്കാൻ വന്നു. ചോദ്യത്തിന് നല്ല ഉത്തരം കൊടുത്ത് നല്ല നിലക്ക് അവർ പോയി. മുജാഹിദുകൾക്ക് ആകെ വിഷമായി. ഇനി ഒരു മറുപടി വെച്ചല്ലോ. അപ്പൊ അനസ് മൗലവിനെ വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ നാട്ടുകാരൻ അനസിന്റെ കഥ പറയാം. അനസിനെ പറ്റി 2 ക്ലിപ്പ് നിർത്തുകയാണ്. അനസ് മൗലവിനെ വിളിച്ചു. അനസ് മൗലവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, ഞങ്ങൾക്കൊരു മുഖാമുഖം വേണം നന്ദിയിൽ. മുഖാമുഖം പ്രസംഗത്തിനല്ലാണ്ട് മുഖാമുഖത്തിൽ എന്നെ കൊണ്ടാവൂലെന്ന്. അനീഫ് കായക്കൊടിനെ വിളിച്ചു. അനീഫ് കായക്കൊടി മുഖാമുഖം വേണ്ട, പ്രസംഗം മതി. ഉടനെ സക്കരിയ സലായിനെ വിളിച്ചു. സക്കരിയ സലായി പറഞ്ഞു, ഞാൻ വരാം. അപ്പൊ അനസ് ഈ വിഷയം പറഞ്ഞപ്പോ സക്കരിയ സലായി ഉണ്ടെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞു. അനീഫയും പറഞ്ഞ സക്കരിയ സലായി ഉണ്ടെങ്കിൽ ഞാൻ വരാം. അങ്ങനെ നന്ദിയിൽ മുജാഹിദിന്റെ ഒരു മുഖാമുഖം നടക്കാൻ പോവാണ്. നന്ദി മുഖാമുഖം, മുജാഹിദ് മുഖാമുഖം നന്ദിയിൽ വമ്പ ഫ്ലക്സുകളും പോസ്റ്ററുകളും തെരുവുകൾ മുഴുവനും നിറഞ്ഞു. ആരൊക്കെയാ പങ്കെടുക്കുന്നത്? ഒന്ന് ഡോക്ടർ KK സക്കരിയ സലായി, 2 അനസ് മൗലവി, 3 അനീഫ് കായക്കൊടി. അങ്ങനെ വമ്പന്മാരും കൊമ്പന്മാരൊക്കെ പങ്കെടുത്തൊരു വമ്പിച്ച മുഖാമുഖത്തിന്റെ നോട്ടീസ് വന്നു. ഞങ്ങൾ വിചാരിച്ചത് വമ്പിച്ച പരിപാടി നടക്കുന്ന. ചുരുക്കം പറയട്ടെ, മുഖാമുഖത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അവിടെ പോയി. അവിടെ എന്താ ഉണ്ടായത് എന്ന് പറയുന്നതിന് മുമ്പ് അത് പൊളിഞ്ഞ് പാളീസായ കഥകൾ, അവരുടെ ഉള്ളിലാകെ വിറകൊള്ളിച്ച കഥകൾ നിങ്ങൾ കേൾക്കാൻ പോവാണ്. ഇതിന്റെ തൊട്ടുപിറകെയാ മുജാഹിദ് പിളർന്നത്. ആ പരിപാടിക്ക് സക്കരിയാന്റെ ഉറപ്പ് കണ്ടിട്ട് അനസിന്റെയും അനീഫ് കായക്കൊടിന്റെയും അവരുടെ ധൈര്യം, ആ ധൈര്യം കൊണ്ട് അവർ രണ്ടാളും വന്നെങ്കിലും സക്കരിയ സലായി അവിടെ വന്നില്ല. അപ്പൊ എന്താ ഉണ്ടാകുക? സക്കരിയ സലായി വന്നില്ല എന്ന് മാത്രമല്ല, അനീഫ് അനസും വന്നാൽ പിന്നെ എന്താ ഉണ്ടാകുക എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കാണാൻ പോവാൻ. കാണുന്നതിന് മുമ്പ് പറയട്ടെ, മുജാഹിദുകൾ പിളർന്നപ്പം സക്കരിയാനെ പുറത്താക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ. സക്കരിയാനെ പുറത്താക്കി കണ്ടല്ലോ. സക്കരിയാനെ പുറത്താക്കാനുള്ള ഒരു ആരോപണം നന്ദി മുഖാമുഖത്തിന് പങ്കെടുത്തില്ല. എന്റെ കൂട്ടരെ, ഒരു മുഖാമുഖത്തിന് പങ്കെടുക്കാതെ വല്ല പനിയും തലവേദനയും പിടിച്ചിട്ടായിരിക്കുമല്ലേ പുറത്താക്കണോ? ഗ്രൂപ്പ് ഒന്ന് ഇത്ര കാലം പ്രവർത്തിച്ചാല് അതിന് കാരണമുണ്ട്. എന്താ? ഞങ്ങളെ വഷളാക്കി. സക്കരിയ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ നാണക്കേടിലായത്. സക്കരിയ പറഞ്ഞു, ഞാൻ വരാതിരിക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? എന്തായിരിക്കും കാരണം? യഥാർത്ഥത്തിൽ സക്കരിയ സലായി പറയാണ്, വാദപ്രതിവാദം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുന്നിലാണ്. അതിനെന്താ പറയട്ടെ, തുടർന്ന് മൂപ്പര് പറയട്ടെ. ആക്ഷേപം നന്ദി മുഖാമുഖത്തെ ഞാൻ വരാതിരുന്നത് ജിൻ വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയ സലാഹിക്ക് ആകർഷകമായ അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് അനസ് മൗലവി പറഞ്ഞതാ. ആരോപണത്തിന് മറുപടി കേട്ടോളൂ. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി, നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്? അനസിനറിയാം സക്കരിയ എന്താ വരുന്നത്. കാരണം അവർ ഒന്നിച്ച് നടന്ന സുഹൃത്തുക്കളാണ്.
ഒരുപാട് കാലം ഒന്നിച്ച് നടന്ന ആൾക്കാരാ. ഹനീഫാക്കറി എന്താ വരാത്തത്? മൂന്നാളും മുക്കൂറ്റ് മുഴുവൻ സുഹൃത്തുക്കളായിരുന്നു. അവർക്ക് ശരിക്കും അവരെ മനസ്സറിയാം. അവർക്ക് രണ്ടാക്കും അറിയാം. എന്താ കാരണം പറയട്ടെ. മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞു അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാരത്തെ ബന്ധുകൾ വന്നു കൊണ്ടിറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാടുണ്ടായിരുന്നു. മറ്റേ നിങ്ങൾ അങ്ങനെ മൂന്നാളും മൂന്ന് വാക്കിന് സ്റ്റേജ് കയറണമായി സുന്യാലയത്തിലെ മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജമാഅത്താരോട് ഞങ്ങൾ മുഖാമുഖം നടത്തലുണ്ട്. അനീഫ് കായക്കൊടി കാർ അവിടെ നിർത്തിയിട്ടും കയറും, സക്കരിയ കാർ അവിടെയും നിർത്തിയിട്ട് കയറും, മറ്റാൾ കാറ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടും കയറും. എന്നിട്ട് കാളമൂട്ട സാഹിത്യം വായിച്ചാൽ അവരോട് മുഖാമുഖം നടത്താം. സുന്നി കുട്ടികളോട് നടക്കൂല, പ്രത്യേകിച്ച് സമസ്ത കുട്ടികളോട് നടക്കൂല. പറയട്ടെ. സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇത് കിതാബ് തിരിയുന്ന മുഖാമുഖാണ്. ഞങ്ങൾ ഇരുന്ന് പഠിച്ച് റെഡിയാകാണ്ട് ശരിയാവൂല. അവർക്ക് അതിന് ഒഴിവുണ്ടോ? അതിന് പഠിക്കാനും വായിക്കാനൊക്കെ? ഇതൊക്കെ പറയട്ടെ. അപ്പൊ പറഞ്ഞു എപ്പോഴാണ് പെട്ടെന്ന് അവസാനം പറഞ്ഞു നമുക്ക് ഇരുന്ന് പഠിച്ച് റെഡിയാണ്, ഇരിക്കാന്ന് പറയും. എന്ത് വരാത്തതിനെ പറ്റിയാ പറയണത്? നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറിലാകെ എന്താ അറിയോ, ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് എന്ത്? ഞങ്ങൾ നന്ദിയിൽ പറയാൻ പോകുന്ന തൗഹീദിൽ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരാ. ഞങ്ങൾ നന്ദിയിൽ പറയാൻ പോകുന്ന തൗഹീദിൽ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരാണ്. ജിന്നിനെ വിളിച്ചാൽ തൗഹീദോ ശിർക്കോ, മലക്കിനെ വിളിച്ചാൽ തൗഹീദോ ശിർക്കോ, ഔലിയാക്കളെ വിളിച്ചാൽ തൗഹീദോ ശിർക്കോ, ഞങ്ങൾ തമ്മിലുണ്ട് അഭിപ്രായ വ്യത്യാസം. ഇതാണോ ഞങ്ങൾ? അപ്പോ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ജനങ്ങളിൽ തിരിയാതിരിക്കാൻ വേണ്ടി ഒരു പൊതുവായ ഫോർമുലയിൽ എത്തപ്പെടുക. ഈ ഫോർമുല അനുസരിച്ച് ജനങ്ങളോട് പറയാം, നമ്മളെ കാര്യം അവരറിയണ്ട. ഇതിനു വേണ്ടി ഞങ്ങൾ ഇരിക്കാന്നാ പറഞ്ഞു. എന്നിട്ടോ പറയട്ടെ. സ്റ്റേജിൽ വരുമ്പോൾ വ്യക്താകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. എന്നെ ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മളെന്താ ഔട്ടായ ഭാഗത്തിൽ നിർത്താൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണമെന്നാണ് വിനീതന എന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവുകൊണ്ടാണ്. എന്താ ചെയ്യാം? അപ്പൊ അവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളും സ്വഭാവം അതാണ്. ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കുന്നില്ല. ആരാണ്? അനസ് ഹനീഫേ. ഫോണും സ്വിച്ച് ഓഫ് ആക്കി പോകണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് അന്ന് എന്തിനും വരാത്തത്. ഇനി മന്തി എന്താ നടന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് പറഞ്ഞാൽ മൂക്ക് പൊത്തേണ്ടി വരും. അത് സക്കരിയ തന്നെ പറയുന്നുണ്ട് നന്ദിയിൽ എന്താ നടന്നതെന്ന്. ചുരുക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രസംഗം. ഒരു 10 മിനിറ്റ് കൂടി എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണം, ഇത് ചെറിയ വിഷയമല്ല. പരിശുദ്ധമായ തൗഹീദിലാണ് ഇവർ കടത്തിക്കൂട്ടിയത്. അതുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ചെറിയ അഭിഷേകങ്ങളും ചീത്തകളുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തീരാത്ത ചെറിയ അഭിഷേകമാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ കാതലായ തൗഹീദിൽ ഇവർ കൈകടത്തിയിട്ടുണ്ട്. ഈ തൗഹീദിൽ കൈകടത്തിയത് നിങ്ങൾ അവസാനിപ്പിക്കാത്ത കാലത്തോളം, നിങ്ങൾ പിൻവലിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നതല്ല. നിങ്ങൾ നോക്കൂ, നമ്മളെ മൗലവി, ഏത് മൗലവി? അബ്ദുറഹ്മാൻ സലഫി അനീഫ് സക്കരിയ സലാഹിനെ വെല്ലുവിളിക്കണി. ആരോട്? തെരുവ് തണ്ടികൾ ഉപയോഗിക്കുന്ന ഭാഷയെ അദ്ദേഹം ഉപയോഗിച്ചു. എന്താ വിഷയം? യാ ഇബാദല്ലാഹ് അഈനൂനി. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയ സമയത്ത് വഴിതെറ്റിയപ്പോൾ, അദ്ദേഹം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ഹജ്ജിന് പോയ സമയത്ത് വഴിതെറ്റിയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതാ മരുഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുകയാണ്. വഴിതെറ്റിയിട്ട് കുടുങ്ങിയെന്നപ്പോൾ സാലിഹികളായ ജിന്നുകളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലായികത്തെ വിളിക്കുകയാണ്. യാ ഇബാദല്ലാഹ്, യാ ഇബാദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമകളെ, ഞാനിതാ വഴിതെറ്റിപ്പോയിരിക്കുന്നു, എന്നെ സഹായിക്കൂ എന്ന് മരുഭൂമിയിൽ വെച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചു പറയാൻ കാരണം
അദ്ദേഹം ഒരു മദ്ഹബിന്റെ ഇമാമാണ്. 10 ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ പണ്ഡിതനാണ്. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അദ്ദേഹം ആ വിളിച്ചത് കൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ സക്കരിയ സലാഹിക്ക് കഴിയുമോ? അനീഫ് കായക്കൊടിക്ക് കഴിയുമോ? അനസ് മൗലവിക്ക് കഴിയുമോ? മർക്കസ് തേടയുടെ നേതാക്കൾക്ക് കഴിയുമോ? ഈ സമുദായത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ മുശ്രിക്കാക്കിയിട്ട് നരകവാസിയാക്കി തള്ളിയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ? സക്കരിയ സലാഹി പറയട്ടെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വിളിച്ചത് സക്കരിയ സലാഹി പറയട്ടെ. ഇമാം അഹ്മദ് അദ്ദേഹം ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹം മരുഭൂമിയല്ലേ, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം വഴിയിൽ ചെന്ന് ചേർന്നു. ഇപ്പൊ ഇവര് പറഞ്ഞെന്താ അറിയോ? അത് മനുഷ്യന്മാരുദ്ദേശിച്ചാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചുവെന്ന് സക്കരിയ വ്യക്തമായി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച തന്റെ അൽ ബിദായത്തുൽ വൻ നിഹായ എന്ന ചരിത്രഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവം, ആ സത്യസംഭവം, ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത സംഭവം ഉദ്ധരിച്ചപ്പോൾ മുജാഹിദിന്റെ മറുടീം പറയാ, അഹ്മദ് ബിൻ ഹംബൽ മരുഭൂമിയിൽ നിന്ന് ആരും കാണാത്ത മരുഭൂമിയിൽ, ഒരാളുമില്ലാത്ത മരുഭൂമിയിൽ നിന്ന് അഹ്മദ് ബിൻ ഹംബൽ വിളിച്ചത് മനുഷ്യന്മാരെയാണ്, മലക്കളെയല്ല, ജിന്നുകളെല്ല, ഔലിയാക്കളെയല്ല. അപ്പൊ സക്കരിയ സലാഹി അക്കമിട്ട് മറുപടി പറയാ. ആർക്ക്? മുജാഹിദിന്. ആരാ മറുപടി ഉള്ളത്? മുജാഹിദ്. ആർക്കാ മറുപടി? മുജാഹിദിന്. പറയട്ടെ. പറഞ്ഞോടെ മനുഷ്യന്മാരില്ലാന്ന ലൈസ ബിഹാ അനീസ്, ഒരു മനുഷ്യനില്ല, അതുകൊണ്ടാണ് വിജനം എന്ന് പറഞ്ഞതും. പിന്നെ എങ്ങനെ മനുഷ്യരെ ഉദ്ദേശിക്കുക? ഞാൻ ചോദിക്കട്ടെ, ആളില്ലാത്ത സ്ഥലത്തുനിന്ന് മനുഷ്യരെ വിളിച്ചിട്ട് ഇങ്ങനെ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ യാ അയ്യുഹന്നാസ് വിളിച്ചപ്പോ മനുഷ്യരെ, പിന്നെ സ്ഥലത്തിന്റെ മണ്ടിയേരിയോന്നുണ്ടല്ലോ, അതിന് അറബിണ്ട് ഫിറൂ ഇലയ്യാ എന്ന് പറഞ്ഞ പോരെ. എന്താ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണേ? മനുഷ്യരെ ഇനി അങ്ങനെയാണ് എന്ന് വെക്കുക. മനുഷ്യരാണെങ്കിൽ അത് ഇത്ര പറയാം. അപ്പൊ നബി പറയണം, ഒരാൾ കിണറ്റിൽ വീണിട്ട് ഇരിക്കട്ടെ. അപ്പൊ സമയം വൈകിയതുകൊണ്ട് ചുരുക്കി, ഒരുപാട് പറയാനുണ്ട്, സമയം വൈകിയതുകൊണ്ട് ചുരുക്കുകയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വിളിപ്പിച്ച ഘടകം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇങ്ങനെ വിളിക്കാൻ പ്രേരിപ്പിച്ചത് ഇമാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് എന്നെ കൊണ്ട് അമൽ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ മുശ്രിക്കാക്കാൻ പാടില്ല എന്നാണ് സക്കരിയ സലാഹി ഗീർവാണമിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സലാഹി പറയുന്നുണ്ടോ അങ്ങനെ വിളിക്കാമെന്ന്? എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചതോ അത് ശിർക്കൊന്നല്ല, ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഹറാമ് പഠിപ്പിച്ച ആളാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കൊണ്ട് അമൽ ചെയ്തതല്ലേ? ആ ഹദീസ് ദഈഫാണല്ലേ നിങ്ങൾ പറയുന്നത്? ആ ഹദീസ് ദഈഫല്ല, അത് ഹസനാണെന്ന് നിങ്ങളുടെ അൽബാനി പറയുകയാണ്. അത് ദഈഫല്ല കൂട്ടരെ. ഇനി ഒരു ഹദീസ് ദഈഫാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് വാറോലയും കുഴിച്ചു മൂടപ്പെടേണ്ടതുമാണല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇത് ഞങ്ങളുടെ മുഖാമുഖമാണ്. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഈ പുരുഷാർത്ഥ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, മുസ്ലിം ലോകത്തങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഒരു ഹദീസ് അത് ദഈഫാണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് കുഴിച്ചു മൂടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്, അത് അസ്വീകാര്യമാണ് എന്നാണോ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചത്? ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിർവചനം പറഞ്ഞ അതേ ഇമാമുകൾ ദഈഫായ ഹദീസിനെ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്? അത് ഫളായിലുൽ അഅമാലുകളിൽ ഉപയോഗിച്ചുകൂടെ? അത് മനാഖിബ് പറയാൻ ഉപയോഗിച്ചുകൂടെ? അത് ചരിത്രം പറയാൻ ഉപയോഗിച്ചുകൂടെ? വേറെയും പല സ്ഥലങ്ങളിലും ദഈഫായ ഹദീസുകൾ ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ലേ? ഇതൊന്നും തിരിയാതെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുന്നത്? ഇത് ദീനുൽ ഇസ്ലാമാണോ? ഇത് പരിശുദ്ധ ദീനിന്റെ മേലിൽ കളവ് പറയലല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് അടങ്ങിയിരുന്നുകൂടാ. ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല. ഞങ്ങൾ ഗോതയിലാണ്. ഞങ്ങൾ ഈ പ്രയാണം നിർത്തൂല. ഇത് ശംസുൽ ഉലമ തുടങ്ങിയതാണ്, ഇത് പതി ഉസ്താദ് തുടങ്ങിയതാണ്, ഇത് കമ്മിയത്ത് ഉസ്താദ് തുടങ്ങിയതാണ്, ഇത് നാട്ടിക ഉസ്താദ് തുടങ്ങിയതാണ്, ഇത് വരക്കൽ മുല്ലപ്പാറകൾ തുടങ്ങിയതാണ്, ഇത് ഇമാം ഷാഫി തുടങ്ങിയതാണ്, ഇത് ഇബ്നു അബ്ബാസ് തുടങ്ങിയതാണ്, ഇത് സഹാബത്ത് തുടങ്ങിയതാണ്. ഇത് പരിശുദ്ധ ദീനിന് വേണ്ടിയുള്ള, പരിശുദ്ധ ദീനിന്റെ തനതായ രൂപം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. എന്നാൽ ഈ ഒരൊറ്റ ഹദീസ് ഉദ്ധരിച്ചതിന് വേണ്ടി സക്കരിയ സലാഹിനെ അബ്ദുറഹ്മാൻ സലഫി വിളിക്കുന്ന ചെറിയ വിഷയം കേട്ടോളൂ നിങ്ങൾ. എന്തൊക്കെയാ പറയണത് അദ്ദേഹം പറയണത് കേട്ടോളൂ നിങ്ങൾ. ഒരു തെരുവ് തണ്ടി ഉപയോഗിക്കാത്ത ഭാഷ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹ്ഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി?
ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചതെന്നത്? മരുഭൂമിയിൽ പോയ സുന്നിയോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചത് ഒമ്പത് ഭാഷയാ. ഒരു ജമിയത്തുലമയുടെ സെക്രട്ടറിയാണ്, അബ്ദുറഹ്മാൻ സലഫിയാണ്. ആരാടാ ധൈര്യം വാടാ അടിക്കടാ പിടിക്കടാ എന്ന് ദക്കരിയെ തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്. ഇത് രണ്ടിനെ അവലോകനം ചെയ്തുകൊണ്ട് ടി.പി. പറയുന്നുണ്ട്, ഇത്ര വെടക്കെട്ടൊരു വർഗം മുജാഹിദിനെ പോലെ വേറെ ആരുമില്ല. ഞാനല്ല പറയണത്, KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ള കോയ മന്ത്രി പറയുന്നത് ഒക്കെ ഉണ്ട്. നേർമൽ കോളേജിന്റെ നമുക്ക് സമയമില്ല. ഞാൻ ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു 8 മിനിറ്റ് ഏറെ എടുത്തത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മുഖാമുഖത്ത് വെച്ചിരിക്കൂല, ഞങ്ങൾ സമയം എടുത്തരും. മുഖാമുഖത്തിന് ആ സമയം നമ്മൾ വെച്ചു തരും. ഒരൊറ്റ ആശയം കൂടി പറയാം. മുജാഹിദുകൾ സുഹൃത്തുക്കൾ വരണം, നമ്മൾ മൈക്ക് പോയിന്റിലേക്ക് വരണം. മൈക്കും കസാലി സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ചോദ്യോത്തരം, ഒരു 5 മിനിറ്റ് കൊണ്ട് ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കും. ഇനി ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കാൻ ഉപയോഗിച്ച ഒരു വിഷയം നിങ്ങൾ നോക്കൂ. ഇവിടെ മാലയും മൗലൂദും റാത്തീയും ഇസ്തിഗാസയും ചെയ്യുന്നത് കൊണ്ട് അവരെ പറ്റി മുസ്ലികളെ പറ്റി പറയുകയാണ് നിശ്ചിതമായ ഒരു ലേഖനത്തിൽ. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാണ്. ഞാനും എന്റെ സുഹൃത്ത് അബൂബക്കർ ദാരിമി MT-യും കൂടി എടവണ്ണപ്പാറയിൽ മുജാഹിദുകളോട് മൗലിദ് വിഷയത്തിൽ ഒരു സംവാദ വ്യവസ്ഥക്ക് പോയി. സംവാദ വ്യവസ്ഥക്ക് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മൗലിദിനെ പറ്റി ശിർക്കാണെന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പോയിന്റ് വെച്ച് ഞങ്ങളോട് സംവാദം നടത്തുമോ? തയ്യാറല്ല. മൗലിദിനെ പറ്റി ശിർക്കാണെന്ന് പറയാൻ അങ്ങനെ എഴുതിയോട് സംവാദത്തിന് തയ്യാറല്ല. ഇതാ ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ്. മൗലിദിനെ പറ്റി അത് ചെയ്യുന്ന ആളുകളെ പറ്റി അത് ശിർക്കാണെന്ന് മുസ്ലിങ്ങളുമാണെന്ന് പച്ചയായി എഴുതിയിരിക്കുകയാ. എന്റെ മുഅ്മിനീങ്ങളെ, ഈ വിഷയത്തിൽ ഔദ്യോഗിക ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന ലെറ്റർ പേഡ് ഞങ്ങൾക്ക് എഴുതി തന്ന, എന്നാൽ ഔദ്യോഗിക ഗ്രൂപ്പ് പുറത്താക്കി എന്ന് പിന്നീട് പത്രത്തിൽ വന്ന അനസ്മുഅനിഫാന് ബഹുമാന മുജാഹിദിന്റെ പ്രഭാഷകൻ ഫൈസൽ മൗലവിയും ഒരു കൂട്ടം മുജാഹിദുകളും വന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് ശിർക്കാണെന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ശിർക്കാണെന്ന് എഴുതിയ ശരിക്ക് മറ്റൊരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഈ വിഷയം ശിർക്കാണെന്ന് നിങ്ങൾ എഴുതിയല്ലോ, അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം. തയ്യാറല്ല. നിങ്ങൾ ആലോചിക്കൂ, കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി മൗലിദിനെ പറ്റി ഇവർക്ക് എന്താ അറിയാം? ഒരു പുണ്ണാക്കറിയില്ല. അതിന്റെ ഭാഗമാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മൗലവി മൗലിദിനെ വിമർശിക്കാൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വരികൾ കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ മൗലിദ്, മങ്കൂസ് മൗലിദ്, ആ മൗലിദിനെ വിമർശിക്കാൻ വേണ്ടി ഒരു മൗലവി നടത്തിയ ഒരു പ്രസംഗം. ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക, നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനത്തി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, അലിമീങ്ങളെ, ഉസ്താദന്മാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബസ് സഫീനത്തി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പേര് വന്നതാണ്. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വലിയ വയസ്സനായി, 19 വയസ്സോളായി. അപ്പോ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ ആളുകൾക്ക് എന്താ മൗലിദ് എന്നറിയോ? മൗലിദ് ശിർക്കാണെന്നൊരു സ്ഥലത്ത്
ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ ചോദിക്കും, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവர்களോട് സഹായം തേടലുണ്ട് എന്നതുകൊണ്ടാണെങ്കിൽ, തങ്ങളവர்களോട് മൗലിയാക്കളോട് സഹായം തേടൽ സുൽത്താണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉറപ്പ തൊയ്വ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തിനെ വിശദീകരിക്കുക, ശരിക്കും ശ്രദ്ധിക്കണം. ഏത് ജനങ്ങളും ഏതാളുകളും അവർ അവരുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിക്കുകയും തെറ്റുകളും പാപങ്ങളും അവർ സംഭവിച്ചാൽ ജാഊക നിങ്ങളടുത്തേക്ക് അവർ വന്നാൽ നബിയെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും നിങ്ങളുടെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അവരോട് റഹ്മത്ത് കാണിച്ചുകൊണ്ട് അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുമെന്ന ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് കേട്ടോളൂ. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഞാൻ നല്ല ഭാഷയിലാ പറയുന്നത്, നിങ്ങൾ അതിശയിച്ചുകൊണ്ട് പറയല്ല. നിങ്ങളുടെ കാതൊന്ന് തുറക്കണേ. മൗലവി പറയുന്നത് കേട്ടല്ലോ, നിങ്ങൾ കാത് തുറന്ന് കേൾക്കുമെന്ന് നിങ്ങൾ മനസ്സൊന്ന് തുറക്കണേ മുജാഹിദുകളെ. ഞാനിത് വായിക്കാൻ പോകുന്നത് ചെറുശ്ശേരി ഉസ്താദ് എഴുതിയതല്ല. ഇത് മഹാനായ ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ എഴുതിയ വ്യാഖ്യാനമാണ്. അബൂ ഹയ്യാൻ തങ്ങൾ തന്റെ തഫ്സീർ അൽ-ബഹ്റുൽ മുഹീത്തിൽ ഉദ്ധരിക്കുന്നത് ഞാൻ അർത്ഥമായി വായിക്കട്ടെ. ഒരു കൊട്ടക്കണക്ക് ആ തഫ്സീറുകൾ ഇവിടെ വായിക്കാനുണ്ട്. ഞാൻ 1-2 വായിച്ച എക്സാമ്പിളിന് വേണ്ടി വായിക്കട്ടെ. ബഹുമാനപ്പെട്ട ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വരേണ്ടത് ആരൊക്കെയാ റസൂലുള്ളാഹിന്റെ അടുത്ത് വരേണ്ടത്? എന്തിനൊക്കെയാ വരേണ്ടത്? തെറ്റുകൾ ചെയ്ത ആളുകൾ. എന്താ തെറ്റ്? 3 രീതിയിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിശദീകരിക്കും. ഒന്ന്, ബിസുഖ്തിഹിം ലിഖളാഇക, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തെ അംഗീകരിക്കാത്ത ആളുകൾ. ഒന്ന്. രണ്ടാമത്തത്, ഔ ബിതഹക്കുമിഹിം ഇലത്താഗൂതി, നിങ്ങളടുത്തേക്ക് തീരുമാനത്തിന് വരുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വിഷയത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വരുന്നതിന് പകരം താഗൂത്തുകളുടെ അടുത്തേക്ക്, ബിംബങ്ങളുടെ അടുത്തേക്ക്, ആരാധ്യ വസ്തുക്കളുടെ അടുത്തേക്ക് പോകുന്ന ആളുകൾ. ഏതാളുകളും മാത്രമല്ല, ഔ ബിജമീഇ മാ സദറ അൻഹും മിനൽ മആസി, എന്ത് തെറ്റുകൾ ചെയ്താലും എന്ത് പ്രശ്നങ്ങൾ ചെയ്താലും നബിയേ, ഏത് ദോഷങ്ങൾ ചെയ്താലും നബിയെ നിങ്ങളടുത്തേക്ക് വന്നവര് സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു والسلام على الرسول الشفيع الأبتهي. ഈ ആയത്തിന്റെ തഫ്സീരിൽ മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പഠിപ്പിക്കുകയാണ്. യുർഷിദു തആല, അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത് എന്താ? അൽ ഉസാത വൽ മുദ്നിബീന, എല്ലാ തെറ്റുകൾ ചെയ്ത ആളുകളും ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ നിസ്യാനു, തെറ്റുകളും പാപങ്ങളും സംഭവിക്കുമ്പോൾ അയ്യതു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അവർ വരണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചവർ അല്ലാഹുവിനോട് ശഫാഅത്ത് തേടണം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചവർ ഇസ്തിഗ്ഫാർ തേടണം. فيستغفر الله إنه ويسألوه أن يستغفر لهم فإنهم إذا فعلوا ذلك تاب الله عليهم وغفر لهم. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. ഒരു മഹാനായ മനുഷ്യന്റെ സംഭവം. ഇത് വേറെയും പല തഫ്സീറുകളിലും കൊട്ടക്കണക്കിന് തഫ്സീറുകൾ എന്റെ കയ്യിലുണ്ട്. കൊട്ടക്കണക്കിന് തഫ്സീറുകൾ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 3 ദിവസം കഴിഞ്ഞപ്പോൾ അതാ ഒരു മനുഷ്യൻ ഖബറിനെടുത്ത് വന്ന് റസൂലുള്ളാഹിന്റെ ഖബറിനെടുത്ത് എന്നിട്ട് പറയാണ്, നബിയേ ഇന്നക ഖുൽത യാ റസൂലല്ലാഹ് സമയത്തുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഖുർആനിൽ, വലൗ അന്നഹും യല്ലമു അൻഫുസഹും, തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്തേക്ക് വരണമെന്ന് അല്ലാഹു പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് വഖദ് ജീതു ഇലൈക, ഇതാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക്
വന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിൽ വന്ന് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 3 ദിവസത്തിന് ശേഷം ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഉദ്ധരിക്കുകയാ. ഒരു തഫ്സീറിലല്ല, 2 തഫ്സീറിലല്ല, ഈ ഇമാമുകൾ മുഴുവനും ഈ സംഭവങ്ങൾ ഈ തഫ്സീറിന്റെ ചുവട്ടിൽ, ഈ ആയത്തിന്റെ ചുവട്ടിൽ വ്യാഖ്യാനമായി കൊണ്ടുവന്നതിന്റെ പാഠം എന്റെ മുസ്ലിമീങ്ങളെ, ഈ ആലപ്പുഴയിലെ ഈ തിരുനെറ്റിയിൽ ഒരുമിച്ച് കൂടിയ എന്റെ സംസാരം ശ്രമിക്കുന്ന 10,000-ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ, എന്താണ് ഈ ആയത്തിന്റെ പാഠം? എന്ത് തെറ്റുകൾ ചെയ്താലും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും നബിയോട് കംപ്ലൈന്റ് പറയണമെന്നല്ലേ, റസൂലുള്ളാഹിനോട് ശികായത്ത് പറയണമെന്നല്ലേ? ഇതെന്ത് വ്യാഖ്യാനമല്ല, ഈ ആയത്തിൽ കൊണ്ടുവന്ന തഫ്സീറിൽ മുഫസ്സിറുകൾ കൊണ്ടുവന്ന വ്യാഖ്യാനമല്ലേ? എത്ര സ്ഥലത്തുണ്ട്, എത്ര സ്ഥലത്ത് ഈ പറഞ്ഞു. നിങ്ങൾക്ക് തെളിവിന് പോരെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുമ്പോ അതാത് സമയത്ത് പറഞ്ഞുതരും. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 9:15 10:15 10:30 10:45 ഉള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണം. 1.5 മണിക്കൂറെങ്കിലും ചോദ്യോത്തരത്തിന് വരികയാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഭംഗിയിൽ ഇവിടെ നിർവഹിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഇവിടെ ഈ മുഖാമുഖത്തിന്റെ സ്വഭാവങ്ങൾ ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ചോദ്യകർത്താക്കൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരുക്കി വെച്ച മേക്ക് പോയിന്റിലേക്ക് വരണം, അവിടെ ഇരുന്ന് ചോദിക്കണം. പിന്നെ 2, നമ്മൾ ചോദ്യം ചോദിക്കുക, അല്ലാണ്ട് പ്രസംഗിക്കരുത്. ചോദ്യം ചോദിക്കുക, ചോദ്യം ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് മറുപടി നമ്മൾ നല്ല നിലക്ക് പറയും. 3, നല്ല സൗഹൃദ ഭാഷ. നമ്മൾ നല്ല നിലക്ക് നിങ്ങൾ തോൽപ്പിക്കാനോ അടിച്ചു കൊല്ലാനൊന്നുമല്ല, തക്ബീരയിൽ തോൽപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങൾ കൊണ്ട് നേരിടണം. 4, ശരിക്കും ശ്രദ്ധിക്കണം. 4-ാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തരാൻ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ നാട്, നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് മുജാഹിദാണെങ്കിൽ മുജാഹിദിനാണെങ്കിൽ ഇന്ന ഗ്രൂപ്പ്, ഇന്ന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നല്ലത്. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകങ്ങൾ അതാത് സമയത്ത് ഉദ്ധരിച്ച് തരേണ്ട ആവശ്യങ്ങളുണ്ട്. അതാത് നിങ്ങളോട് ചോദിച്ച മറുപടി പറയാൻ പല വിഷയത്തിനും പല അക്കീദകളാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇന്ന ഗ്രൂപ്പ്, ഇന്ന പ്രസ്ഥാനം എന്ന് പരിചയപ്പെടുത്തി തരുന്നത് സൗകര്യമാണ്. അത് നിങ്ങൾ അത് പറയണം. മറ്റൊന്ന്, നിങ്ങളോട് ഞങ്ങൾ മറുപടി പറയുമ്പോൾ ചിലപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വന്നാണ്, ഇങ്ങോട്ട് ചോദിക്കരുതെന്ന് പറയരുത്. അത് ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ മറുപടി കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ ചോദ്യത്തിന് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും. ആ ഒരു സൗകര്യത്തിന് വേണ്ടി, അല്ലാതെ നിങ്ങൾ തോൽപ്പിക്കാണെന്നല്ല. ഇങ്ങോട്ട് ചോദിക്കരുതെന്നും പറയരുത്. സൗകര്യത്തിന് നല്ല നിലയ്ക്ക് സ്വോദ്ദേശപരമായി നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾ ചോദിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ഉൾക്കൊള്ളാനും തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതൊക്കെ സാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു സംവാദത്തിന് തയ്യാറാന്ന് പറഞ്ഞിട്ടൊരു കത്ത് ഇവിടെ മുജാഹിദുകൾ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലെറ്റർ കൃത്യമായി എഴുതിയിട്ട് അതിന്റെ മറുപടി നിങ്ങൾ ഓഫീസിൽ എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ സംവാദത്തിന് ഒരുക്കമാണ്. ഇൻഷാ അല്ലാഹ് വിഷയം വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിഷയത്തിന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ ഓഫീസിലേക്ക് മറുപടി തരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങൾ എന്താണ് ഞങ്ങളെ കത്തിൽ പറഞ്ഞതിന് കൃത്യമായ മറുപടി ഞങ്ങൾ തന്നിരിക്കും. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഒരു സംവാദം ഞങ്ങൾ കിട്ടാൻ വളരെ സന്തോഷമുണ്ട്. അത് ആലപ്പുഴയിലാവട്ടെ ഞങ്ങൾ ആശിക്കുകയാണ്. മൈക്ക് കാത്തിരിക്കുകയാണ്. ഉത്തരവും റെഡിയാണ്. ചോദ്യമില്ല. ചോദ്യകർത്താക്കൾ നേരത്തെ പലരും MSMന്റെ സെക്രട്ടറിയോ ISMന്റെ സെക്രട്ടറിയോ ഒക്കെ നമ്മുടെ പല SKSFന്റെ വിദ്യാർത്ഥികളെയും വിളിച്ചിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരും, ചോദ്യം ചോദിക്കും, മുട്ടുകുത്തിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. വിശാലമായ മുൻഭാഗത്ത്, കാരണം ഓരോരുത്തരെ വീതം ഇരുത്താനാണ് സ്റ്റേജ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അവ 3 ചെയർ അവിടെ തൽക്കാലം നല്ല വെള്ള ചെയർ ഇട്ടിട്ടുണ്ട്. മൈക്കുമായി SKSFന്റെ ജില്ലാ സെക്രട്ടറി ഇതവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് വന്ന് ചോദിക്കണേ. വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങൾക്ക് ഒന്ന് തീഷ്ണമായി നോക്കുക പോലും ചെയ്തില്ല നമ്മുടെ ഒരു പ്രവർത്തകർ. വളരെ നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിന്റെ എല്ലാത്തിനും പൂർണ്ണമായും തയ്യാറാണ്. സംവാദത്തിന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കരുത്തന്മാരായ പ്രവർത്തകർ 100% തയ്യാറാണ്.
100% തയ്യാറാണ്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ നേതാക്കളുടെ മുന്നിൽ സംവാദത്തിന്റെ രേഖകൾ തയ്യാറാക്കിയ കത്തുമായി തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ വളരെയധികം വിഷമത്തോടുകൂടി വിളിക്കുകയാണ്. നിങ്ങൾ വരണം, ചോദിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പള്ളിയിൽ നിന്നും അപ്പുറത്തെ പള്ളിയിൽ നിന്നും ഒന്നും ഇങ്ങനെ വെറുതെ പറഞ്ഞ് നേരം കളയണം. വല്ലാത്ത സങ്കടമാണ്. നിങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ പ്രയാസകരമാണ്. ഈ പുരുഷാരം മുഴുവനും ഇത് കാണുകയാണ്. മാത്രമല്ല, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന നിരവധി മുജാഹിദ് സുഹൃത്തുക്കൾ പോലും ഇന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ലൈവാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും വന്നില്ലെങ്കിൽ സങ്കടമാണ്. മെയ്ക്കുമായി SKSFന്റെ ജില്ലാ സെക്രട്ടറി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട MD ഉസ്താദും അതുപോലെ തന്നെ ഇർഫാനി ഉസ്താദും കാത്തിരിക്കുകയാണ്. വഴിമാറുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. വരാൻ വേണ്ടി തുറന്നിട്ടാണ്. ശരി. ഇത്രയും വിശാലമായ ഒരു സൗകര്യം വളരെയധികം സന്തോഷപൂർവ്വം മുജാഹിദ് സുഹൃത്തുക്കൾക്ക് നേരത്തെ കാലേക്കൂട്ടി കത്ത് കൊടുക്കുകയും വളരെ നേരത്തെ തന്നെ ഇതിന്റെ ആവശ്യമായ പ്രചരണം നടത്തുകയും SKSFന്റെ പ്രവർത്തകർ മുജാഹിദ് പ്രവർത്തകരെ വ്യക്തിപരമായി അവരുടെ സ്നേഹവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് പറയുകയും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പല ആളുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മഹത്തായ ഈ വേദി കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രായം കുറഞ്ഞ കേവലം 40 വയസ്സിൽ താഴെയുള്ള 35 വയസ്സ് മാത്രമുള്ള സലീം ഇർഫാനിയെ പോലുള്ള കരുത്തന്മാരായ പൂർവികരായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും ഷെയ്ഖുന ശംസുൽ ഉലമയുടെയും അതേ ആർജവത്തോടുകൂടി അതേ ധൈര്യത്തോടുകൂടി നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ഇനി റെഡിയാണോ? ഞങ്ങളെ ഒരു കാര്യം പറയാം. അതായത് ഞങ്ങളെ ഇസ്തിഖാമ എന്ന് പറയുന്ന സംഘടന ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ സൂചിപ്പിച്ചതുപോലെ SKSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ആദർശ വിങ്ങാണ് ഞങ്ങൾ ഇസ്തിഖാമ. ഞങ്ങൾ ഇതുപോലെ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും പ്രാന്തപ്രദേശങ്ങളിലും പോയി മുഖാമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ ആദ്യമാണ്. തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം മുഖാമുഖങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മുഖാമുഖത്തിന്റെ സ്വഭാവം ചോദ്യകർത്താവിനെ അടിച്ചിരുത്തൊന്നും ചെയ്യില്ല. ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് വളരെ സൗമ്യ ഭാഷയിൽ നിങ്ങളെല്ലാ ബഹുമാനവും നൽകിക്കൊണ്ടാണ്. ആളുകൾ തക്ബീറിയല്ലേ മൂപ്പർ തോപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, ഉറപ്പായിട്ടും. മറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഉൾക്കൊണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവുന്ന നല്ല ശൈലിയാണ് ഞങ്ങൾ ഇതിൽ സ്വീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തോൽപ്പിക്കാനല്ല. എന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ശക്തമായ ഭാഷ എവിടെയെങ്കിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ആ വിഷയത്തോടുള്ള നീതി കൊണ്ട് മാത്രം പറഞ്ഞു പോയത്. ഞങ്ങളുടെ സ്വഭാവം മിതമായ ശൈലിയിൽ മുഖാമുഖം നടത്തുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മുജാഹിദ് സുഹൃത്തുക്കൾ കടന്നു വന്ന് ഇതിനോട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അതെ, ഇനി ആവനാഴിയിൽ